പറഞ്ഞു നിർത്തിയിരുന്നത്. സോ അത്രയും പോർഷൻ ആർക്കെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഡൗട്ട്സ് ഒന്നും ഇല്ല. ഈ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ചേച്ചി ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാവോ? എന്താ? അത് ജസ്റ്റ് ഒന്ന് ഷോർട്ടാക്കി പറയാവോ എല്ലാം? ഓജനസിസോ? അല്ല, ഫീമെയിലിന്റെ മൊത്തം. ഓക്കെ ഓക്കെ ഓക്കെ. സോ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഓർഗൻസ് എന്ന് പറയുന്നത് ഓവറീസ്. ഈ ഓവറീസ് എന്ന് പറയുന്നതാണ് പ്രൈമറി ഫീമെയിൽ സെക്സ് ഓർഗൻ. അതായത് ഫീമെയിൽ ഗ്യാമീറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഓവറീസ്. പിന്നെ ഓവറിയുടെ മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒവേറിയൻ ഹോർമോൺസ്. അതായത് ഹോർമോൺ സെക്രീഷനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എഗ് സെൽ അല്ലെങ്കിൽ ഓവത്തിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഓവറി. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഓവറി കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാ? പെൽവിക് വാളുമായിട്ട് യൂട്രസുമായിട്ടും ലിഗ്മെന്റ്സ് എന്ന് പറയുന്ന സ്ട്രക്ചർ വഴിയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിന്റെ പൊസിഷൻ പെൽവിക് റീജിയനിലാണ് കാണുന്നത്. ഓൾമോസ്റ്റ് 2 to 4 സെന്റിമീറ്റർ ലെങ്തിലായിരിക്കും കാണുന്നത്. അതൊക്കെയാണ് ഓവറിനെ കുറിച്ചുള്ള മെയിൻ ആയിട്ടുള്ള പോയിന്റ്. പിന്നെ ഉള്ളതാണ് ഓവിഡക്ട് അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബ്യൂൾ. ഫലോപ്പിയൻ ട്യൂബ്യൂൾ എന്ന് പറയുന്നത് അതിന് മെയിൻലി നമുക്ക് 3 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം: ഇൻഫന്റിബുലം, ആംപുല ആൻഡ് ഇസ്തുമസ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇൻഫന്റിബുലം എന്ന് പറയുന്നത് ഓവറിയുടെ ഏറ്റവും അടുത്തായിട്ട് കാണുന്ന ഒരു വൈഡ് ഫണൽ ഷേപ്ഡ് സ്ട്രക്ചർ ആണ് ഇൻഫന്റിബുലം. ഈ ഇൻഫന്റിബുലത്തിന്റെ എൻഡിൽ കാണുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ, അതാണ് ഫിംബ്രിയ. ഫിംബ്രിയയുടെ ഫംഗ്ഷൻ എന്താ? ഈ ഓവറിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഓവത്തിനെ ഈ ഫലോപ്പിയൻ ട്യൂബിലേക്ക് ഗൈഡ് ചെയ്യുക. അതിനു വേണ്ടിയുള്ള ഒരു സ്ട്രക്ചർ ആണ് ഫിംബ്രിയ എന്ന് പറയുന്ന പ്രൊജക്ഷൻ. പിന്നെ ഫിംബ്രിയ ഇൻഫന്റിബുലത്തിലാണ് കാണുന്നത്. ഇൻഫന്റിബുലം കഴിഞ്ഞു വരുന്ന പാർട്ടാണ് ആംപുല്ല. ആംപുല്ല എന്ന് പറയുന്നത് ഇസ്തുമസും ഇൻഫന്റിബുലത്തിന് ഇടയ്ക്ക് കാണുന്ന പാർട്ടാണ്. അതെന്താ? അത് ഒരു വൈഡ് റീജിയൻ ദാറ്റ് കണക്ട് വിത്ത് ദ ഇൻഫന്റിബുലം. അതിന് പ്രത്യേകിച്ച് ഫംഗ്ഷൻ ഒന്നുമില്ല. അതിന്റെ ഇടയ്ക്കത്തെ പാർട്ട്, അതായത് ആ റീജിയന് പറയുന്ന പേരാണ് ആംപുല്ല. ആംപുല്ല കഴിഞ്ഞു വരുന്ന കുറച്ചും കൂടി ലോങ് ആയിട്ടുള്ള ഒരു പാർട്ടിന് പറയുന്ന പേരാണ് ഇസ്തുമസ്. ഇസ്തുമസും ആംപുലയും കൂടി ചേരുന്ന ഒരു പാർട്ട്, ആ പാർട്ടിൽ വെച്ചാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. നമ്മൾ ഫെർട്ടിലൈസേഷൻ പറയുമ്പോൾ ഈ പാർട്ട് പിന്നെ ഒന്നും കൂടി നമ്മൾ അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ആംബുലറി ഇസ്തമിക് ജംഗ്ഷൻ അത് കൂടി ചേരുന്ന പോർഷന് പറയുന്നത്. ആ റീജിയനിൽ വെച്ചായിരിക്കും ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഇത്രയാണ് ഫാലോപ്പിയൻ ട്യൂബ്യൂളിന്റെ സ്ട്രക്ചർ. അതിന് 3 പാർട്ട് ഉണ്ട്. പിന്നെ ആ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ, അതിന്റെ പേരും ഇമ്പോർട്ടന്റ്. പിന്നെ ഉള്ളതാണ് യൂട്രസ്. യൂട്രസ് എന്ന് വെച്ചാൽ എന്താ? വൂമ്പ് എന്നൊക്കെ നമ്മൾ പറയും. അവിടെയാണ് ഈ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് എംബ്രിയോ ഇംപ്ലാന്റേഷൻ നടന്ന് ഒരു ഫീറ്റസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ബേബിയുടെ ഫുൾ സ്ട്രക്ചറിലേക്ക് ഡെവലപ്പ് ചെയ്തു വരുന്നത് യൂട്രസിൽ വെച്ചായിരിക്കും. പിന്നെ ഈ യൂട്രസും വജൈനയും തമ്മിലുള്ള ഒരു നാരോ പാസേജ് ആണ്, അതിന് പറയുന്ന പേരാണ് സെർവിക്സ്. ഇതെന്താ ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ സെർവിക്കൽ കനാലും വജൈനയും കൂടി ചേർന്ന് നമ്മൾ പറയുന്ന പേരാണ് ബർത്ത് കനാൽ. ബർത്ത് കനാലും ആ ടേമും അറിഞ്ഞിരിക്കണം എന്താണ്. ജസ്റ്റ് സെർവിക്കൽ കനാലും വെജൈനയും കൂടെ ചേർന്ന് വരുന്ന ആ ഒരു പാർട്ടിന് ടോട്ടലായിട്ട് പറയുന്ന പേരാണ് ബർത്ത് കനാൽ. അതെന്താ പറയുന്നതെന്ന് വെച്ചാൽ ബേബിയുടെ ബർത്ത് ഉണ്ടാകുന്ന സമയത്ത് ബേബീനെ ഡെലിവർ ചെയ്യുന്നത് ആ ഒരു പോർഷനിലൂടെ ആയിരിക്കും. അതുകൊണ്ടാണ് അതിന് ബർത്ത് കനാൽ എന്ന് പറയുന്നത്. പിന്നെ യൂട്രൈൻ വാൾ, അതായത് യൂട്രസ് എന്ന് പറയുന്ന ഒരു മസ്കുലർ ഓർഗൻ ആണല്ലോ, അതുകൊണ്ട് തന്നെ അതിന് 3 ലെയേഴ്സ് ഉണ്ട്. പെരിമെട്രിയം അല്ലെങ്കിൽ ഏറ്റവും ഔട്ടർ ആയിട്ടുള്ള ലെയറും അത് കഴിഞ്ഞിട്ടുള്ള മയോമെട്രിയം. മയോമെട്രിയം എന്ന് പറയുന്നത് മസ്കുലർ ആയിട്ടുള്ള ലെയറാണ്. ഈ മയോമെട്രിയത്തിൽ വെച്ചായിരിക്കും ഡെലിവറിയുടെ ടൈമിൽ കോൺട്രാക്ഷൻസ് ഉണ്ടാകുന്നത്. അതായത് ഈ മയോമെട്രിയത്തിലെ മസിൽസിന് ചേഞ്ചസ് ഉണ്ടാകുന്നതുകൊണ്ടാണ് ബേബിയുടെ ഡെലിവറി ഹാപ്പൻ ചെയ്യുന്നത്. പിന്നെ ഉള്ളതാണ് ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയർ ആയിട്ടുള്ള എൻഡോമെട്രിയം. എൻഡോമെട്രിയം എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡുലർ ലെയറാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിന് സൈക്ലിക് ചേഞ്ചസ് ഉണ്ടാവും, അത് ഗ്രോ ചെയ്യും, പിന്നെ അത് റപ്ചർ ചെയ്തു പോകും. അങ്ങനെയുള്ള ഒരു എപ്പോഴും ചേഞ്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ലെയറാണ് ഇന്നർ ലെയർ ആയിട്ടുള്ള എൻഡോമെട്രിയം. സോ യൂട്രൈൻ വാളിന്റെ 3 ലെയേഴ്സ് ഉണ്ട്: പെരിമെട്രിയം, മയോമെട്രിയം ആൻഡ് എൻഡോമെട്രിയം. ഈ പാർട്ടായിരുന്നു ക്ലിയർ ആവാനുണ്ടായിരുന്നത്, അതോ ഊജനസിസ് വരെ പറയണോ? പറഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ ഓക്കെ ഓക്കെ.
ഞാൻ എന്റെ നോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് വലുതാ, എന്നാലും ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. കാരണം ഏത് പാർട്ടിന്ന് അവർ ചോദിക്കാൻ അറിയാൻ പറ്റില്ല. ചിലപ്പോ ഇങ്ങനെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ച് നോട്ട് എഴുതാൻ ചോദിക്കും, അല്ലെങ്കിൽ ചിലപ്പോ എന്താ മാമറി ഗ്ലാൻഡിന്റെ ആ ഒരു ഫംഗ്ഷനും അതുപോലെ അതിന്റെ സ്ട്രക്ചറിന്റെ ഏത് പാർട്സിന്റെ കാര്യമൊക്കെ ചോദിക്കും. ഊജനസിസ്, അങ്ങനെ മിക്ക ടോപ്പിക് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ്, അത്യാവശ്യം വലിയ ചാപ്റ്റർ ആയത്. ക്ലാസ്സിൽ എവിടെ വരെയായത്? ഇത് തീർന്നോ എല്ലാവർക്കും? ആണല്ലേ, ഓക്കെ ഓക്കെ. സോ പിന്നെ ഉള്ളത് മാമറി ഗ്ലാൻഡ്. മാമറി ഗ്ലാൻഡിന്റെ ഫംഗ്ഷൻ എന്താ? ഡെവലപ്പ് ചെയ്ത് വരുന്ന ബേബിക്ക് ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് മാമറി ഗ്ലാൻഡ് ഉള്ളത്. ആൻഡ് ഈ മാമറി ഗ്ലാൻഡിലുള്ള ടിഷ്യൂസ് എന്ന് പറയുന്നത് ഗ്ലാൻഡുലാർ ടിഷ്യൂസും ഉണ്ട്, അതുപോലെ തന്നെ ഫാറ്റ് ടിഷ്യൂസും ഉണ്ട്. പിന്നെ ഈ ആൽവിയോള എന്ന് പറയുന്ന സ്ട്രക്ചറിനകത്തായിരിക്കും മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ അത് ഈ ആൽവിയോള എല്ലാം കൂടി കളക്റ്റീവ് ആയിട്ട് ചേർന്ന് ഒരു മാമറി ലോബ്യൂൾ ഉണ്ടാവും. പിന്നെ ഈ മാമറി ലോബ്യൂൾസ് എല്ലാം കൂടി പിന്നെയും കൂടി ചേർന്ന് ഒരു മാമറി ഡക്റ്റ് ആവും. പിന്നെ അതെല്ലാം കൂടി പിന്നെയും ഒരു കണക്റ്റഡ് ആയിട്ടൊരു നെറ്റ്വർക്ക് ഫോം ചെയ്താണ് മാമറി ആംബുല എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. സോ ആ ടെക്സ്റ്റിലെ ഫിഗർ അത് ഇമ്പോർട്ടന്റ് ആട്ടോ, അത് ഇടയ്ക്കൊക്കെ ചോദിക്കാറുള്ളതാണ്. പിന്നെ പറയണത് ഊജനസിന്റെ കാര്യം. ഊജനസിസ് എന്താ? ഫീമെയിൽ ഗാമേറ്റ്സിനെ ഫോം ചെയ്യുന്ന പ്രോസസ്, അതിനെയാണ് ഊജനസിസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഊജനസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എംബ്രിയോണിക് സ്റ്റേജ്, അതായത് ഒരു നമ്മള് സ്പെർമാറ്റോജനസിസ് പറഞ്ഞപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തത് പ്യൂബർട്ടിയിലായിരുന്നു. സോ ഇവിടെ ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ ഊജനസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എംബ്രിയോണിക് സ്റ്റേജിൽ തന്നെയായിരിക്കും. പിന്നെ അത് എന്താ സംഭവിക്കുന്നത്? ഫീറ്റസ് ആയിരിക്കുന്ന സമയത്ത് ഓവറിക്കകത്ത് കുറെ ഊഗോണിയ സെൽസ് അല്ലെങ്കിൽ ഓവം മദർ സെല്ല് ഫോം ചെയ്തിട്ടുണ്ടാവും. ഈ ഫീറ്റസ് സ്റ്റേജ് മാത്രമേ ഊഗോണിയ ഫോം ചെയ്യുള്ളൂ. അതായത് ജനിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ബർത്തിന് ശേഷം എന്താ ഊഗോണിയ സെൽസ് ഫോം ചെയ്യില്ല, അല്ലെങ്കിൽ പുതിയതായിട്ട് അവര് ഫോം ചെയ്യില്ല, ആഡ് ചെയ്യില്ല. സോ ഈ ഫീറ്റസ് സ്റ്റേജിൽ ഉണ്ടാവുന്ന ഊഗോണിയ ബർത്ത് കഴിയുന്ന സമയത്ത് എന്ത് പറ്റും? അതൊരു പ്രോഫേസ് സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്യും. പ്രോഫേസ് സ്റ്റേജിലേക്ക് പ്രൈമറി യൂസൈറ്റിൽ വന്ന് നിൽക്കും. അതായത് ഡിവിഷന്റെ സമയത്ത് പ്രോഫേസ് കഴിഞ്ഞ് കുറച്ച് സ്റ്റേജസും കൂടി ഉണ്ട്. പക്ഷെ ഈ സെൽസ് എന്താ പറ്റുന്നത്? പ്രൈമറി യൂസൈറ്റിന് പ്രോഫേസ് സ്റ്റേജിൽ വരുമ്പോൾ അതവിടെ സ്റ്റോപ്പ് ആകും ഡിവിഷൻ. ആ ഒരു പ്രൈമറി ഫോളിക്കിൾ എന്ന് പറയും. അതായത് പ്രോഫേസിലുള്ള പ്രൈമറി യൂസൈറ്റിന് നമ്മൾ പറയുന്ന പേരെന്താ? പ്രൈമറി ഫോളിക്കിൾ. പിന്നെ ഈ പ്രൈമറി ഫോളിക്കിളിന് ചുറ്റും കുറച്ച് ലെയർ ഓഫ് സെൽസ് ഉണ്ടാവും. അതായത് ഈ പ്രൈമറി ഊസൈറ്റ് അല്ലെങ്കിൽ ബർത്ത് കഴിഞ്ഞുണ്ടായ ആ ഒരു ഊസൈറ്റിന് ചുറ്റും കുറച്ച് ഗ്രാനുലോസ ടിഷ്യൂസ് വന്ന് സറൗണ്ട് ചെയ്യും. അപ്പൊ ഈ എഗ് ഇരിക്കുന്ന ഒരു ടിഷ്യൂവിനകത്തല്ലേ, അതുകൊണ്ട് നമ്മൾ അതിന് പറയുന്ന പേരാണ് പ്രൈമറി ഫോളിക്കിൾ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ ബർത്ത് തൊട്ട് പ്യൂബർട്ടി വരെയുള്ള സമയത്ത് ഈ ഒത്തിരി ഫോളിക്കിൾസ് ഉണ്ടാവുന്നുണ്ടെങ്കിലും അത് മിക്കതും എന്ത് ചെയ്യും? ഡീജനറേറ്റ് ആയി പോകും അല്ലെങ്കിൽ നശിച്ചു പോകും. സോ ഒരു 60,000 അത്രയൊക്കെ റേഞ്ചിന് മാത്രമേ പ്യൂബർട്ടിയുടെ സമയത്ത് പ്രൈമറി ഫോളിക്കിൾസ് ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഈ റിമൈനിങ് ചെയ്യുന്ന പ്രൈമറി ഫോളിക്കിളിന് ചുറ്റും പിന്നെയും കുറച്ചുകൂടി ഗ്രാനുലോസ സെൽസിന്റെ ലെയർ വന്ന് അത് ഫോം ചെയ്യുന്നതാണ് സെക്കൻഡറി ഫോളിക്കിൾ. സോ ആദ്യം എന്തായിരിക്കും? ആദ്യം ഊഗോണിയ ആയിരിക്കും ഫീറ്റൽ സ്റ്റേജില്. പിന്നെ ബർത്തിന്റെ സമയത്ത് അത് പ്രൈമറി യൂസൈറ്റ് ആയിരിക്കും പ്രോഫേസ് സ്റ്റേജിലുള്ള. അത് കഴിഞ്ഞ് പിന്നെ അത് സെക്കൻഡറി ഫോളിക്കിളായിട്ട് ഫോം ചെയ്യും. പിന്നെ ഈ സെക്കൻഡറി ഫോളിക്കിളിന് പിന്നെയും കുറച്ചും കൂടി ഡെവലപ്മെന്റ് ഉണ്ടായിട്ട്, അതായത് ഈ നമ്മൾ പറഞ്ഞില്ലേ ഒരു ലെയർ ഉണ്ടാവും ഗ്രാനുലോസ സെല്ലിന്റെനും, അതിനകത്ത് നിന്ന് ശരിക്കും കുറച്ച് ഡിവിഷൻ നടക്കും. അതായത് ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ഒരു പോർഷനും ഉണ്ടാവും, പിന്നെ കുറച്ച് സെല്ലുലാർ പോർഷനും ഉണ്ടാവും. ഈ സെക്കൻഡറി ഫോളിക്കിളിന് ഇങ്ങനെ ഒരു ഡിവിഷൻ വന്നു കഴിയുമ്പോൾ നമ്മൾ അതിന് പറയുന്ന പേരാണ് ടേർഷ്യറി ഫോളിക്കിൾ. പിന്നെന്താ സംഭവിക്കുന്നത്? ഈ ടേർഷ്യൻ ഫോളിക്കിൾസിന് പിന്നെയും ചേഞ്ച് ഉണ്ടായി. അതായത് അത് ഗ്രോ ചെയ്ത് മെച്ചുർ ചെയ്ത് ഒരു ഫോമിൽ വരുമ്പോൾ നമ്മൾ അതിന് ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറയും. ഈ ഗ്രാഫിയൻ ഫോളിക്കിളിനകത്താണ് എഗ് സെല്ല് ഉള്ളത്, അല്ലെങ്കിൽ ഓവം ഉള്ളത് ഗ്രാഫിയൻ ഫോളിക്കിളിനകത്താണ്. ഈ ഗ്രാഫിയൻ ഫോളിക്കിള് ഓവുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന്റെ സമയത്ത് റപ്ചർ ചെയ്യും, അതായത് ബ്രേക്ക് ചെയ്ത് ഈ ഓവത്തിന് പറയുന്ന മറ്റൊരു പേരാണ് സെക്കൻഡറി ഊസൈറ്റ്. കാരണം അത് സെക്കൻഡറി ഫോളിക്കിളിൽ നിന്നാണല്ലോ പിന്നെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. സോ സെക്കൻഡറി ഊസൈറ്റ് അല്ലെങ്കിൽ ഓവത്തിനെ റിലീസ് ചെയ്യും. ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഓവുലേഷൻ. പിന്നെ ഈ ഡിവിഷന്റെ സമയത്ത് ഈ ഊജനസിസില് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്പെർമാറ്റോജനസിസ് പറഞ്ഞു ഒരു സ്പെർം മദർ സെല്ലിൽ നിന്ന് 4 സ്പെർമാറ്റിഡ്സ് അല്ലെങ്കിൽ 4 സ്പെർം സെൽസ് ഫോം ചെയ്യുന്നു പറയും. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഒരു ഊഗോണിയ അല്ലെങ്കിൽ ഒരു എഗ് സെല്ലിൽ നിന്ന് ഒരു
ഓവർ മാത്രമേ ഫോം ചെയ്യുള്ളൂ. കാരണം മറ്റേ ആ ഡിവിഷനിൽ ബാക്കി വരുന്ന രണ്ടാമത്തെ സെൽ ഏതായിരിക്കും, അതൊരു പോളാർ ബോഡി എന്ന് പറയുന്ന സെല്ലായിട്ടായിരിക്കും മാറുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ഡിവിഷന്റെ സമയത്തും ഒരു പോളാർ ബോഡി ഉണ്ടാവും. സോ ഈ കംപ്ലീറ്റ് ഡിവിഷന്റെ സമയത്ത് നമുക്ക് ഒരു ഊഗോണിയ അല്ലെങ്കിൽ ഒരു എക്സെല്ലിൽ നിന്ന് കിട്ടുന്ന എന്താ, ഒരു ഓവവും 2 പോളാർ ബോഡിയും ആയിരിക്കും. ക്ലിയർ ആയോ അത്? ക്ലിയർ ആയി. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നീ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഊർജനസിന്റെ കാര്യമായിരുന്നു അല്ലെ. ഇനി നമുക്ക് പറയാനുള്ളത് മെൻസ്ട്രുവൽ സൈക്കിൾ. So the reproductive cycle in the female primates, that is monkeys, apes and human beings, is called menstrual cycle. The first menstruation begins at puberty and is called menarche. In human females, menstruation is repeated at an average interval of about 28 to 29 days, and the cycle of events starting from one menstruation till the next one is called the menstrual cycle. So, ഈ menstrual cycle എന്ന് പറയുന്നത് ഫീമെയിൽ പ്രൈമേറ്റ്സിൽ മാത്രം കാണുന്ന ഒരു റീപ്രൊഡക്റ്റീവ് സൈക്കിളാണ്. അതായത് എല്ലാ ടൈപ്പ് ഓഫ് ആനിമൽസിലും കാണില്ല. ഈ ഏപ്സ്, അതായത് മങ്കി പോലുള്ള ചില ആനിമൽസിലും ഹ്യൂമൻസിലും ഒക്കെ ആയിരിക്കും ഈ മെൻസ്ട്രുവൽ സൈക്കിൾ കാണുന്നത്. പിന്നെ പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടന്റ് ടേമാണ് മെനാർക്കി. മെനാർക്കി എന്ന് പറയുന്നത് എന്താ, ഫസ്റ്റ് മെൻസ്ട്രേഷൻ. അതായത് പ്യൂബർട്ടിയുടെ ടൈമിൽ ആദ്യമായിട്ടുണ്ടാകുന്ന മെൻസ്ട്രേഷൻ പറയുന്ന പേരാണ് മെനാർക്കി. അത് ഇമ്പോർട്ടന്റ് കേട്ടോ. സോ മെനാർക്കി എന്ന് പറയുന്നത് ഫസ്റ്റ് മെൻസ്ട്രേഷൻ ആൻഡ് ലാസ്റ്റ് മെൻസ്ട്രേഷൻ പറയുന്ന പേരാണ് മെനോപോസ്. മെനോപോസ് അത് ഇവിടെ ലാസ്റ്റ് പാരഗ്രാഫിലാണ് കൊടുത്തിരിക്കുന്നത്. സോ മെനോപോസ് എന്ന് പറയുന്നത് ഏറ്റവും അവസാനമായിട്ടുണ്ടാവുന്ന മെൻസ്ട്രുവൽ സൈക്കിൾ. സോ ഈ മെനോപോസ് ഉണ്ടായി കഴിഞ്ഞാൽ മെൻസ്ട്രുവൽ സൈക്കിൾ എൻഡ് ചെയ്തു. അതായത് അതിനുശേഷം പിന്നെ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഉണ്ടായിരിക്കില്ല. സോ ഫസ്റ്റ് മെൻസ്ട്രുവൽ സൈക്കിൾ എന്ന് പറയുന്ന പേരാണ് മെനാർക്കി. പിന്നെ ഒരു മെൻസ്ട്രുവേഷൻ പീരീഡിൽ തൊട്ട് അടുത്ത മെൻസ്ട്രുവേഷൻ പീരീഡ് വരെയുള്ള ഒരു ടൈം, അതിന് പറയുന്ന പേരാണ് മെൻസ്ട്രുവൽ സൈക്കിൾ. കാരണം എന്താ, ഒരു സൈക്ലിക് ആയിട്ടുള്ള ചേഞ്ച്. അതായത് ഒരു ഈവന്റ് കഴിഞ്ഞ് അത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അതിന് മെൻസ്ട്രുവൽ സൈക്കിൾ എന്ന് പറയുന്നത്. പിന്നെ ആവറേജ് ഇന്റർവൽ എന്ന് പറയുന്നത് എന്താ, 28 to 29 ഡേയ്സ്. അതായത് ഒരു ഫസ്റ്റ് മെൻസ്ട്രുവൽ സൈക്കിൾ കഴിഞ്ഞ് ഒരു 28 to 29 ഡേയ്സ് കഴിഞ്ഞായിരിക്കും നെക്സ്റ്റ് മെൻസ്ട്രുവൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ പറഞ്ഞിട്ടുള്ളത് one ovum is released during the middle of each menstrual cycle. The major events of the menstrual cycle are shown in figure 3.9. So ഈ മെൻസ്ട്രുവൽ സൈക്കിൾ എന്താ സംഭവിക്കുന്നത്, ഒരു ഓവം ആയിരിക്കും അറ്റ് എ ടൈം റിലീസ് ചെയ്യുന്നത്. ഈ ഓവുലേഷൻ നടക്കുന്നത് മെൻസ്ട്രുവൽ സൈക്കിളിന്റെ 14th ഡേയിലാണെന്നാണ് പറയുന്നത്. അതായത് മെൻസ്ട്രുവൽ സൈക്കിൾ ഇപ്പൊ നമ്മളൊരു 28 ഡേയ്സ് ആയിട്ടൊക്കെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിലെ മിഡിൽ ഡേ ഏതാ, 14. സോ 14th ഡേയിൽ എന്താ സംഭവിക്കുന്നത്, ഓവുലേഷൻ നടക്കും. അതായത് എക്സെല്ലിനെ റിലീസ് ചെയ്യും. ഈ ഫിഗർ 3.9 ഇമ്പോർട്ടന്റ് ആട്ടോ. അത് ഈ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്, പിന്നെ ഇതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് പറയാനും ചോദിക്കാറുണ്ട് കേട്ടോ. The major events of the menstrual cycle are shown in figure 3.9. The cycle starts with the menstrual phase when menstrual flow occurs and it lasts for 3 to 5 days. The menstrual flow results due to breakdown of endometrial lining of the uterus and its blood vessels which form the liquid comes out through vagina. So ആദ്യത്തെ ഫേസ് എന്താ, ആദ്യത്തെ ഫേസ് നമ്മൾ പറയുന്ന പേരാണ് മെൻസ്ട്രുവൽ ഫേസ്. സോ നമുക്ക് മെൻസ്ട്രുവൽ സൈക്കിളിനെ മൊത്തം 4 ഫേസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആ ഫിഗർ 3.9ന്റെ താഴെ ഏറ്റവും താഴെ നോക്കി നമുക്ക് കാണാൻ പറ്റും. അവർ ആദ്യം എന്താ കൊടുത്തിരിക്കുന്നത്, മെൻസ്ട്രുവേഷൻ, പിന്നെ ഫോളിക്കുലർ ഫേസ്, ലൂട്ടിയർ ഫേസ് ആൻഡ് നെക്സ്റ്റ് സൈക്കിൾ. ഇതിന് മേളിൽ ഓരോ ഡേറ്റ് എഴുതിയിട്ടുണ്ട്. സോ ഫസ്റ്റ് 5 days ആണ് ഓൾമോസ്റ്റ് മെൻസ്ട്രുവൽ സൈക്കിൾ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്. മെൻസ്ട്രുവൽ സൈക്കിളിൽ എന്താ പറ്റുന്നത്, മെൻസ്ട്രുവേഷൻ അല്ലെങ്കിൽ മെൻസ്ട്രുവൽ ഫ്ലോ ഒക്കെ ചെയ്യും. അത് 3 to 5 ഡേയ്സിലായിരിക്കും ലാസ്റ്റ് ചെയ്യുക. അതായത് 3 മുതൽ 5 ദിവസം വരെ ആയിരിക്കും മെൻസ്ട്രുവൽ ഫേസിന്റെ പീരീഡ് എന്ന് പറയുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നത്, എൻഡോമെട്രിയൽ ലൈനിങ്. എൻഡോമെട്രിയം എന്ന് പറയുന്നത് നമ്മുടെ യൂട്രസിന്റെ ഏറ്റവും അകത്തെ ഭാഗത്ത് പറഞ്ഞ ലൈനിങ്. നമ്മൾ അവിടെ പറഞ്ഞു അതിനകത്ത് എന്താ ഗ്ലാൻഡുലാർ ടിഷ്യൂസ് ഉണ്ട്, അത് റപ്ചർ ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞു. സോ
അങ്ങനെ ഈ എൻഡോമെട്രിയൽ ലൈനിങ് റപ്ചർ ചെയ്യുന്ന സമയത്ത് അതിന്റെ കൂടെ കുറെ ബ്ലഡ് വെസൽസും അങ്ങനെ എല്ലാം കൂടി ഒരു ഷെഡ് ചെയ്യും. അതായത് ഈ യൂട്രസിന്റെ ഏറ്റവും അകത്ത ലെയറിൽ ഷെഡ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് മെൻസ്ട്രുവൽ ഫേസ്. Menstruation only occurs if the released ovum is not fertilized. Lack of menstruation may be indicative of pregnancy. However, it may also be caused due to some other underlying causes like stress, poor health, etc. So, ഈ menstruation നടക്കുന്നതെന്ന് പറയുന്നതിന് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അവിടെ ഓവുലേഷൻ നടന്നു, പക്ഷെ ഫെർട്ടിലൈസേഷൻ നടന്നില്ല. അതായത് പ്രഗ്നൻസി അവിടെ നടന്നിട്ടില്ല. സോ ഈ മെൻസ്ട്രുവേഷൻ ആബ്സെന്റ് ആയിരിക്കുന്ന കണ്ടീഷൻ, അതായത് മെൻസ്ട്രുവേഷൻ നടക്കാണ്ട് വരിക എന്ന് പറയുന്നത് ഒരു പ്രഗ്നൻസിയുടെ ഇൻഡിക്കേറ്റീവ് ആയിട്ട് പറയാൻ പറ്റും. പക്ഷെ വേറെ ചില കാരണങ്ങൾ കൊണ്ടും മെൻസ്ട്രുവൽ സൈക്കിൾ ആബ്സെന്റ് ആയിരിക്കാം. അതിനെന്തൊക്കെയാണ് കോസസ്? അണ്ടർലൈങ് ഫിസിക്കൽ കണ്ടീഷൻ, പിന്നെ സ്ട്രെസ് ആൻഡ് പുവർ ഹെൽത്ത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മെൻസ്ട്രുവൽ സൈക്കിൾ കൺട്രോൾ ചെയ്യുന്നത് ഹോർമോൺസ് ആണ്. സോ ഈ സ്ട്രെസ്സും അതുപോലെ മറ്റെന്തെങ്കിലും ഡിസീസസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഹോർമോൺസിന്റെ ലെവലില് വേരിയേഷൻ വരും. അതുകൊണ്ട് മെൻസ്ട്രുവൽ സൈക്കിൾ ആബ്സെന്റ് ആവാം. അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ ടൈമിലും മെൻസ്ട്രുവേഷൻ ആബ്സെന്റ് ആയിരിക്കും. ക്ലിയർ ആണോ അത്? ഓക്കെ. സോ നമ്മൾ പറഞ്ഞത് മെൻസ്ട്രുവേഷന്റെ കാര്യമാണ്. ഫിഗർ 3.9 നോക്കിയാൽ അതിനകത്ത് ഏറ്റവും ആദ്യം കൊടുത്തിരിക്കുന്നത് പിറ്റ്യൂട്ടറി ഹോർമോൺ ലെവലാണ്. അതായത് FSH ഉം LH ഉം. നമ്മളത് നേരത്തെ പഠിച്ച ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും ലൂട്ടനൈസിങ് ഹോർമോണും. സോ മെൻസ്ട്രുവേഷന്റെ പീരീഡിൽ എങ്ങനെയായിരിക്കും? അതിന്റെ ലെവലൊക്കെ ലോ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു നോർമൽ ലെവലിലായിരിക്കും അത് പൊക്കൊണ്ടിരിക്കുക. ഓവേറിയൻ ഇവന്റ്സ് നോക്കുകയാണെങ്കിൽ ആ ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. നമുക്ക് അതിന്റെ ചുറ്റും കുറെ സെൽസ് ഒക്കെ കാണാൻ പറ്റും അല്ലെ? സോ ഓവേറിയൻ ഇവന്റ്, അതായത് ഓവറി, ആ എക്സെൽ ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഓവേറിയൻ ഹോർമോൺസ് ആയിട്ടുള്ള ഈസ്ട്രജനും പ്രൊജസ്ട്രോണും. ഈ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓവറിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഓവറിയുടെ ഫംഗ്ഷൻ പറഞ്ഞപ്പോൾ എന്തൊക്കെയാണ് ഓവറിയുടെ ഫംഗ്ഷൻ? ഓവറിയുടെ ഫംഗ്ഷൻ എക്സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുക, കൂടെ തന്നെ ഓവേറിയൻ ഹോർമോൺസ് അതായത് പ്രൊജസ്ട്രോണും ഈസ്ട്രജനും റിലീസ് ചെയ്യാനും കൂടിയുണ്ട്. സോ അതും എന്തായിരിക്കും? അതും ഒരു നോർമൽ ലെവലിലായിരിക്കും. സോ ഫസ്റ്റ് ഫേസ് മെൻസ്ട്രുവേഷൻ. പിന്നെ ഉള്ളതാണ് ഫോളിക്കുലർ ഫേസ്. The menstrual phase is followed by the follicular phase. During this phase, the primary follicles in the ovary grow to become a fully mature Graafian follicle, and simultaneously the endometrium of the uterus regenerates to proliferation. These changes in the ovary and the uterus are induced by changes in the level of the pituitary and ovarian hormones. The secretion of gonadotropins, LH and FSH, increase gradually during the follicular phase and stimulate follicular development as well as secretion of estrogens by the growing follicle. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഈ ഫോളിക്കുലർ ഫേസിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ ഗ്രാഫിയൻ ഫോളിക്കിൾ മെച്ചുവർ ആവും. നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്രാഫിയൻ ഫോളിക്കിൾ എന്താണ്. ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറയുന്നത് ഓവറിയൻ ഫോളിക്കിൾ, അതായത് ഫുള്ളി ഡെവലപ്പ് ആയ ഒരു ഓവറിയൻ ഫോളിക്കിൾ, അതിനകത്ത് എക്സലും ഉണ്ട്. അതിനെല്ലാം കൂടി പറയുന്ന പേരാണ് ഗ്രാഫിയൻ ഫോളിക്കിൾ. പിന്നെ എന്താ സംഭവിക്കുന്നത്? ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ മെച്ചുവർ ആവും. അതിന്റെ കൂടെ തന്നെ എൻഡോമെട്രിയം എന്ന് പറയുന്ന ഇന്നർ ലെയർ, അത് നമ്മൾ മെൻസ്ട്രുവൽ ഫേസ് പറഞ്ഞു എൻഡോമെട്രിയം ഫുള്ള് ഷെഡ് ആയി പോയി. സോ ഇനി എന്ത് ചെയ്യണം? അത് ഗ്രോ ചെയ്ത് വരണം. ഈ ഗ്രോ ചെയ്യുന്ന ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് പ്രൊലിഫറേഷൻ. സോ എൻഡോമെട്രിയം പിന്നെയും ഗ്രോ ചെയ്ത് വരും, അതായത് പ്രൊലിഫറേറ്റ് ചെയ്യും. അങ്ങനെ ഈ എൻഡോമെട്രിയത്തിനും ഫോളിക്കിൾസിനും ഒക്കെ ചേഞ്ചസ് ഉണ്ടാവാനുള്ള കാരണം ആരാ? അതെന്ന് പറയുന്നത് ഓവേറിയൻ ഹോർമോൺസ്, അതായത് ഓവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസും അതുപോലെ തന്നെ പിറ്റ്യൂട്ടറിയുടെ ഹോർമോൺസും കൂടെ കാരണമാണ് ഈ ഫോളിക്കൽ ഫേസസിൽ ഗ്രാഫിയൻ ഫോളിക്കിൾ മെച്ചുർ ചെയ്യും, അതുപോലെ തന്നെ എൻഡോമെട്രിയത്തിന് പ്രൊലിഫറേഷൻ സംഭവിക്കുകയും ചെയ്യുന്നത്. നമുക്കിവിടെ ആ ഫിഗർ നോക്കിയാൽ കാണാം. ഒരു 7 to 13 വരെയുള്ള സമയത്ത് അവൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഫോളിക്കുലാർ ഫേസ്. ഈ ഫോളിക്കുലാർ ഫേസിന് പറയുന്ന മറ്റൊരു പേരാണ് പ്രൊലിഫറേറ്ററി ഫേസ്. സോ അവിടെ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ആ ഓവറിയൻ ഹോർമോൺസ് ലെവൽ എങ്ങനെയാ പയ്യെ അത് സർജ് ചെയ്യുന്നുണ്ട് അല്ലെ, പയ്യെ അത് കൂടി വരുന്നുണ്ട്. സോ മേളിലെ എക്സൽ, ഈ രണ്ടാമത് എടുത്തിരിക്കുന്ന ആ സർക്കുലർ സെൽസ് എന്ന് പറയുന്നത് അത് ഓവത്തിനുണ്ടാകുന്ന ചേഞ്ചസ് ആണ്. സോ ഡെവലപ്പ് ചെയ്യുന്ന ഫോളിക്കിൾ മെച്ചുർ ചെയ്തൊരു ഗ്രാഫിയൻ ഫോളിക്കിൾ ആയിട്ട് മാറി. പിന്നെ പിറ്റ്യൂട്ടറി ഹോർമോൺസ് ലെവലാണെങ്കിലും ഫോളിക്കുലാർ ഫേസിന്റെ എൻഡിലേക്ക് വരുമ്പോൾ അത് നന്നായിട്ടൊന്ന് സർജ് ചെയ്യുന്നുണ്ട്, നന്നായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഫോളിക്കുലാർ ഫേസിൽ വരുന്ന ചേഞ്ച്. The secretion of gonadotropins, LH and FS
FSH increase gradually during the follicular phase and stimulate follicular development as well as secretion of estrogen by the growing follicles. So ഈ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓവറിയാന്ന് പറഞ്ഞു. ഓവറിയിൽ തന്നെ ഈ ഫോളിക്കിൾസ് ഗ്രോ ചെയ്ത് വരുന്നുണ്ടല്ലോ, മെച്ചർ ആവുന്ന ഫോളിക്കിൾസ്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈസ്ട്രജൻ. സോ ഈ LH ഉം FSH ഉം കൂടുമ്പോഴാണ് ഈ ഫോളിക്കിൾസ് മെച്ചർ ആവുന്നതും. ഈ ഫോളിക്കിൾ മെച്ചർ ആവുമ്പോൾ എന്ത് പറ്റും? അത് ഈസ്ട്രജനെ സെക്രീറ്റ് ചെയ്യും. ക്ലിയർ ആണോ അത്രയും? Okay, madam. Okay. Both LH and FSH attain a peak level in the middle of the cycle, about 14th day. Rapid secretion of LH leading to its maximum level during the mid-cycle called LH surge induced rupture of Graafian follicle and thereby release of ovum. നമ്മൾ നേരത്തെ ഓവുലേഷൻ നടക്കുന്നത് 14th ഡേയിലാണ് പറഞ്ഞു. പക്ഷെ അത് എന്തുകൊണ്ട് ഈ ഓവുലേഷൻ നടക്കുന്നത്? അതിന് കോസ് എന്ന് പറയുന്നത് ഈ LH ഉം FSH ഉം ഒക്കെ ഈ 14th ഡേ, അതായത് ഈ മിഡ് സൈക്കിൾ, അതായത് സൈക്കിളിന്റെ ഏറ്റവും ഒരു ഹാഫ് ആവുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? LH ഉം FSH ഉം നന്നായിട്ട് അങ്ങ് കൂടും. സോ ആ സമയത്താണ് ഓവുലേഷൻ നടക്കുന്നത്. നമ്മൾ ഈ ഫിഗറിനകത്ത് ഈ നടുക്കുന്ന പോർഷൻ നോക്കിയാൽ കാണാൻ പറ്റും. സോ ഓൾമോസ്റ്റ് 14th ഡേയില് LH ന്റെ ഇതും FSH ന്റെ സെക്രീഷനും എന്താ, അത് വളരെ ഹൈ ആയിരിക്കും. അതുകൊണ്ട് അവിടെ ഓവുലേഷനും സംഭവിക്കും. ഓവുലേഷൻ എന്ന് വെച്ചാൽ റിലീസ് ഓഫ് ദ ഓവം സെൽ ഫ്രം ദ ഗ്രാഫിയൻ ഫോളിക്കിൾ. സോ LH ഉം FSH ഉം കൂടുന്നതുകൊണ്ട് ഓവുലേഷൻ സംഭവിക്കും. ഓവുലേഷൻ നടക്കുന്നത് ഓവുലേറ്ററി ഫേസ് എന്ന് പറയാം. ആ ഒരു ഫേസിന് പറയുന്ന പേരാണ് ഓവുലേറ്ററി ഫേസ്. അത് ഓവുലേഷൻ നടക്കുന്ന ഫേസിന് പറയുന്നതാണ് ഓവുലേറ്ററി ഫേസ്. ഇറ്റ് ഈസ് ഫോളോഡ് ബൈ ദ ലൂട്ടിയൽ ഫേസ് ഡ്യൂറിംഗ് വിച്ച് ദ റിമൈനിങ് പാർട്സ് ഓഫ് ദ ഗ്രാഫിയൻ ഫോളിക്കിൾ ട്രാൻസ്ഫോംസ് ആസ് കോപ്പസ് ലൂട്ടിയം. കോപ്പസ് ലൂട്ടിയം എന്താണുള്ളത് ഇമ്പോർട്ടന്റ്. ഗ്രാഫിയൻ ഫോളിക്കിളിനകത്താണ് ഓവം ഉള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. സോ ഇപ്പൊ എന്താ പറ്റിയത്? ഓവുലേഷൻ നടന്ന് ആ ഗ്രാഫിയൻ ഫോളിക്കിൾ ബേസ്റ്റ് ചെയ്ത് അവിടെ എഗ് സെല്ല് റിലീസ് ചെയ്തു, അല്ലെങ്കിൽ ഓവം റിലീസ് ചെയ്തു. ഇനി ഈ ബാക്കി വരുന്ന ഒരു പാർട്ട് ഉണ്ടല്ലോ, ഈ ഒരു പാർട്ട്, ഈ പാർട്ട് പിന്നെ ഡെവലപ്പ് ചെയ്ത് വരുന്ന പേരാണ് കോർപ്പസ് ലൂട്ടിയം. കോർപ്പസ് ലൂട്ടിയം എന്നാണ് അതിന് പറയുന്നത്. അതായത് ഗ്രാഫിയൻ ഫോളിക്കിൾ എഗ്ഗിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞ് ബാക്കി വരുന്ന ഒരു പാർട്ട്, അതിനാണ് കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്നത്. ഈ കോർപ്പസ് ലൂട്ടിയത്തിന് ഒരു ഫംഗ്ഷൻ ഉണ്ട്. So corpus luteum എന്താ ചെയ്യുന്നത്? It secretes large amount of progesterone which is essential for maintenance of endometrium. ഈ സെന്റൻസ് ഒത്തിരി ഇമ്പോർട്ടന്റ് ആട്ടോ. കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്നത് ഗ്രാഫിയൻ ഫോളിക്കിളിൽ നിന്ന് എഗ് റപ്ചർ ചെയ്ത് പോയി കഴിഞ്ഞ് ബാക്കി വരുന്ന ഒരു പാർട്ടാണ്. ആ പാർട്ടിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊജസ്ട്രോണെ സെക്രീറ്റ് ചെയ്യുക. ആൻഡ് ഈ പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യുന്ന എന്തിനാ? മെയിൻ്റെനൻസ് ഓഫ് എൻഡോമെട്രിയം. ഈ എൻഡോമെട്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആണ് പ്രൊജസ്ട്രോൺ. പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യുന്നത് കോർപ്പസ് ലൂട്ടിയം ആണ്. അത് ക്ലിയർ ആണോ? അത് ഒത്തിരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ക്ലിയർ ആണ്. Okay. So such an endometrium is necessary for implantation of the fertilized ovum and other events of pregnancy. During pregnancy, all events of the menstrual cycle stop and there is no menstruation. സോ ഈ എൻഡോമെട്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ ആവശ്യകത എന്താണെന്ന് വെച്ചാൽ ഇംപ്ലാന്റേഷൻ, അതായത് ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ സൈഗോട്ടിനെ നമ്മൾ പറഞ്ഞ യൂട്രസിനകത്ത് ഗ്രോ ചെയ്യുന്നത്. സോ ഈ യൂട്രസിനകത്ത് ഗ്രോ ചെയ്യണമെങ്കിൽ എൻഡോമെട്രിയം എന്ന് പറയുന്ന ലെയറിലേക്ക് ഈ ഒരു സൈഗോട്ട് വന്ന് അറ്റാച്ച് ചെയ്യണം, അല്ലെങ്കിൽ എംബ്രിയോ വന്ന് അറ്റാച്ച് ചെയ്താലേ അവിടെ ഗ്രോത്ത് നടക്കുള്ളൂ. സോ അതിന് വേണ്ടിയിട്ടാണ് എൻഡോമെട്രിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ് പ്രൊജസ്ട്രോൺ. So such an endometrium is necessary for implantation for the fertilizing the ovum and other events of pregnancy. So pregnancy further continue ചെയ്യണമെങ്കിൽ ഈ endometrium ലെയറിനെ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യണം. During pregnancy, all events of the menstrual cycle stops and there is no menstruation. In the absence of fertilization, the corpus luteum degenerates. This causes disintegration of endometrium leading to menstruation. So pregnancy അവിടെ ഒക്കർ ചെയ്യുകയാണെങ്കിൽ മെൻസ്ട്രുവൽ സൈക്കിൾ എന്ത് പറ്റും? മെൻസ്ട്രുവൽ സൈക്കിൾ സ്റ്റോപ്പ് ചെയ്യും. അതായത് ഈ ലൂട്ടിയൽ ഫേസ് കഴിയുമ്പോൾ അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുകയാണെങ്കിൽ അവിടെ ഒരു ബാക്കി പ്രോസസ്സ് നടക്കില്ല. ബാക്കി നടക്കുന്നത് ആ എംബ്രിയോയുടെ ഗ്രോത്ത് ആയിരിക്കും. സോ മെൻസ്ട്രുവൽ സൈക്കിൾ അവിടെ നിന്നു പോകും, അതായത് അവിടെ സീസ് ചെയ്യും. ഇനിയിപ്പോ അവിടെ പ്രഗ്നൻസി നടന്നില്ല അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിലോ ആ കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്ന സ്ട്രക്ചർ ഡീജനറേറ്റ് ആയിരിക്കും. അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ പ്രൊജസ്ട്രോണിന്റെ പ്രൊഡക്ഷനും കൂടെ നിന്നു പോകും. കാരണം കോർപ്പസ് ലൂട്ടിയം ആണ് പ്രൊജസ്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ എൻഡോമെട്രിയം ലെയർ
മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ കോർപ്പസ് ലൂട്ടിയത്തിന് എന്താ പറ്റുന്നത്, അത് ഡീജനറേറ്റ് ആയിപ്പോയി. അന്നേരം അവിടെ പ്രൊജസ്ട്രോണിന്റെ പ്രൊഡക്ഷനും നിന്നു. സോ ആ എൻഡോമെട്രിയൽ ലെയറിന് പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല, അതായത് പിന്നെ അവിടെ ഗ്രോ ചെയ്യാനൊന്നും പറ്റില്ല. സോ അതെന്ത് പറ്റും, എൻഡോമെട്രിയം ലെയർ ഷെഡ് ചെയ്യും. സോ ഈ എൻഡോമെട്രിയം ഷെഡ് ചെയ്യുന്നതിന്റെ പേരാണ് മെൻസ്ട്രുവേഷൻ. അതായത് ഈ ലൂട്ടിയൽ ഫേസിന് ശേഷം അടുത്ത സൈക്കിളിലെ മെൻസ്ട്രുവൽ ഫേസ് തുടങ്ങും. സോ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ 4 സൈക്കിളും മാറി മാറി വരുന്നത് കൊണ്ടാണ് മെൻസ്ട്രുവൽ സൈക്കിൾ എന്ന് നമ്മൾ പറയുന്നത്. കാരണം അത് റെഗുലർലി ഒക്കർ ചെയ്യും. സോ പിന്നെ പറഞ്ഞിട്ടുള്ളത് മെൻസ്ട്രുവൽ സൈക്കിൾ സീസസ് അറൌണ്ട് 50 years of age, that is termed as menopause. menopause എന്ന് പറയുന്നത് എന്താ, ഓൾമോസ്റ്റ് 45 to 50 years ആവുന്ന സമയത്ത് മെൻസ്ട്രുവൽ സൈക്കിൾ സ്റ്റോപ്പ് ചെയ്യും. ആ ഒരു പ്രോസസ്സിനെ ടെക്നിക്കലി പറയുന്ന പേരാണ് മെനോപോസ്. Cyclic menstruation is an indicator of normal reproductive phase and extends between menarche and menopause. Cyclic menstruation അതായത് റെഗുലർ ആയിട്ടുള്ള മെൻസ്ട്രുവേഷൻ എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് ഫേസ് നോർമൽ ആണെന്നുള്ള ഇൻഡിക്കേഷനാണ്. കാരണം നമ്മൾ പറഞ്ഞു മെൻസ്ട്രുവേഷൻ ആബ്സെന്റ് ആയിരിക്കുന്ന എപ്പോഴാണ്, ഒന്നിനെ പ്രഗ്നൻസിയുടെ സമയത്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ട്രെസ്സോ അല്ലെങ്കിൽ അണ്ടർലൈൻ ഡിസീസസിന്റെയോ ടൈമിലായിരിക്കും. പിന്നെ ഈ മെനാർക്കി തൊട്ട് മെനോപോസ് വരെയുള്ള ഒരു പീരിയഡ്, അതാണ് മെൻസ്ട്രുവേഷന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് മെൻസ്ട്രുവേഷൻ എന്ന് പറയുന്ന മെനാർക്കെ, ലാസ്റ്റ് മെൻസ്ട്രുവേഷൻ എന്ന് പറയുന്ന പേരാണ് മെനോപോസ്. ഇവിടെ ഈ ഫിഗർ നോക്കി നമുക്ക് കാണാൻ പറ്റും. ആദ്യം ഗ്രോ ചെയ്ത ലെയറിൽ നിന്ന് കുറെ ബ്ലഡ് ടിഷ്യൂസ് ഒക്കെ ലോസ് ആയി പോകും. അത് കഴിഞ്ഞ് ഈ ലെയർ എന്ത് പറ്റിയിട്ട് പയ്യെ പിന്നെയും ഗ്രോ ചെയ്ത് പ്രൊലിഫറേറ്റ് ചെയ്യും. അതായത് പ്രൊലിഫറേറ്റീവ് ഫേസ് തൊട്ട് അത് ഗ്രോ ചെയ്യാൻ തുടങ്ങി. ലൂട്ടിയൽ ഫേസ് ഒക്കെ ആകുമ്പോൾ നല്ല തിക്ക് ലെയർ ആയിട്ട് ഫോം ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇവിടെ നോക്കി നമുക്ക് പിന്നെ അറിയാം, പിന്നെ ലെയറിന്റെ തിക്നെസ് കുറഞ്ഞു, അതായത് അത് ഷെഡ് ചെയ്ത് പോകും. അതുപോലെ തന്നെ ഈ ഓവലേഷന്റെ സമയത്തായിരിക്കും എല്ലാ ഹോർമോൺസും നല്ല പീക്ക് ലെവലിൽ നിൽക്കുന്നത്. അതുവരെ ഒരു നോർമൽ ലെവലിലായിരിക്കും എല്ലാ ഹോർമോൺസും പോകുന്നത്. ഈ ഓവലേഷന്റെ ടൈം അത് കഴിയുന്ന അല്ലെങ്കിൽ ഓവലേഷൻ പീരീഡ് ആവുന്ന സമയത്ത് ഹോർമോൺസിന്റെ ലെവലൊക്കെ വളരെ ഹൈ ആയിരിക്കും. പിന്നെ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം ഈ ഓവലേഷന്റെ സമയത്ത് പ്രൊജസ്ട്രോൺ ഹോർമോൺ എന്ന് പറയുന്നത് നോർമൽ ലെവലിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷെ ഈ കോർപ്പസ് ലൂട്ടിയം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പ്രൊജസ്ട്രോണിന്റെ ലെവല് കൂടുന്നത്. സോ കോർപ്പസ് ലൂട്ടിയം ഉണ്ടാകുമ്പോൾ മാത്രമേ പ്രൊജസ്ട്രോണിന്റെ ലെവൽ കൂടാറുള്ളൂ. ക്ലിയർ ആണോ ഇത്? ക്ലിയർ. ഓക്കെ, ഈ ഫിഗർ നല്ല ഇമ്പോർട്ടന്റ് ആട്ടോ. അത്രേ ഉള്ളൂ മെൻസ്ട്രുവൽ സൈക്കിൾ. സോ നമ്മള് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെയും കാര്യം പറഞ്ഞു, ഗ്യാമറ്റോജനസിന്റെ കാര്യം പറഞ്ഞു, പിന്നെ മെൻസ്ട്രുവൽ സൈക്കിളിന്റെ കാര്യം പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ. സോ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫ്യൂഷൻ ഓഫ് മെയിൽ ഗാമേറ്റ് ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്, അതിനാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയാം. ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത് ഈ ഒന്നിച്ച് ഫോം ചെയ്ത സൈഗോട്ടിനെ യൂട്രസിന്റെ വാളിൽ, അതായത് യൂട്രസിന്റെ എൻഡോമെട്രിയത്തില് അത് വന്ന് ജോയിൻ ആവും. ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ. So fertilization and implantation. During copulation, semen is released by the penis into the vagina. This process is called insemination. The motile sperms seem rapidly pass through the cervix, enter into the uterus, and finally reach the ampullary region of the fallopian tubule. The ovum released by the ovary is also transported to the ampullary region where fertilization takes place. Fertilization can only occur if the ovum and sperm are transported simultaneously to the ampullary region. This is the reason why not all copulation led to fertilization and pregnancy. So, insemination വെച്ചാൽ സീമനെ വാജൈനയിലേക്ക് റിലീസ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇൻസെമിനേഷൻ. സോ നമ്മൾ ആ ഫെർട്ടിലൈസേഷൻ പഠിക്കുമ്പോൾ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ, ഇൻസെമിനേഷനാണ്. പിന്നെ നമ്മൾ പറഞ്ഞു സ്പേം സെൽസിന് അതിന് മോട്ടിലിറ്റി ഉണ്ട്, അതായത് മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി സ്പേം സെൽസിനുണ്ട്. അതുകൊണ്ട് ഈ സ്പേം സെൽസ് സെർവിക്സ് വഴി മൂവ് ചെയ്ത് അത് യൂട്രസിലെത്തി, പിന്നെ അവിടുന്ന് ആംബുലറി റീജിയൻ ഓഫ് ദ ഫാലോപ്പിയൻ ട്യൂബിൾ, അതായത് ഫാലോപ്പിയൻ ട്യൂബിളിന്റെ ആംബുലറി റീജിയൻ, നമ്മൾ പറഞ്ഞ 3 റീജിയനിൽ നടുക്കത്തായിട്ടുള്ള റീജിയൻ, അവിടെ എത്തും. സോ ആ റീജിയനിൽ വെച്ചാണ് ഫെർട്ടിലൈസേഷൻ നടക്കുകയുള്ളൂ. സോ ഈ സ്പേം ആ ആംബുലറി റീജിയൻ എത്തുന്ന ടൈമിൽ തന്നെ ഓവം അല്ലെങ്കിൽ എക്സെല്ലും ആംബുലറി റീജിയൻ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുകയുള്ളൂ. സോ ആംബുലറി റീജിയനിലായിരിക്കും ഫെർട്ടിലൈസേഷൻ നടക്കുക. The process of fusion of a sperm with an ovum is called fertilization. During fertilization, a sperm comes in contact with the zona pellucida layer of the ovum and induces changes in the membrane that block the entry of additional sperm. Thus, it ensures that only one sperm can fertilize an ovum.
The secretions of the acrosome help the sperm enter into the cytoplasm of the ovum through the zona pellucida and the plasma membrane. So പിന്നെ പറയുന്നത് എന്താ ഫെർട്ടിലൈസേഷന്റെ കാര്യം. ഫെർട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ the process of fusion of sperm with an ovum. ഫെർട്ടിലൈസേഷൻ സമയത്ത് ഈ എക്സെൽ ഈ ഒരു 3.10 എന്ന് പറയുന്നത് ഈ എക്സെല്ലിന്റെ ഡയഗ്രാമാണ്. സോ അത് നമുക്ക് കാണാൻ പറ്റും അവിടെ കുറെ ലെയേഴ്സ് ഉണ്ട്. സോ ഈ ഏറ്റവും ഔട്ടർ പോർഷനിൽ കാണുന്ന ഈ ഒരു ലെയർ എന്ന് പറയുന്നത് കൊറോണ റേഡിയേറ്റ. നമ്മൾ മറ്റേ കൊറോണ വൈറസിന് ഓർത്താൽ മതി, അതിന്റെ എന്താ സർഫസിൽ കുറെ സ്ട്രക്ചർ ഉണ്ടായിരുന്നല്ലോ, ഹെയർ ലൈക്ക് പോലെ പ്രൊജക്ഷൻസ് ഉണ്ട്. സോ ഓവത്തിന്റെ ഏറ്റവും ഔട്ടർ ലെയറിൽ കാണുന്ന പ്രൊജക്ഷൻസ് എന്ന് പറയുന്ന പേരാണ് കൊറോണ റേഡിയേറ്റ. കൊറോണ റേഡിയേറ്റ കഴിഞ്ഞുള്ള ലെയർ ആണ് സോണ പെല്ലുസിഡ. ഈ സോണ പെല്ലുസിഡ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഈ ഫെർട്ടിലൈസേഷന്റെ സമയത്ത് സ്പേം സെല്ല് എഗ്ഗിനകത്തേക്ക് എൻ്റർ ചെയ്യണം. ഈ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഒരൊറ്റ സ്പേം സെല്ല് മാത്രമേ അതിനകത്ത് എൻ്റർ ചെയ്യാൻ പാടുള്ളൂ, എന്നാൽ മാത്രമേ അവിടെ നോർമൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് നടക്കുകയുള്ളൂ. സോ അതിനു വേണ്ടിയിട്ട് ഈ ഒരു സ്പേം സെല്ലിന്റെ ആക്രോസോമും ഈ സോണ പെല്ലുസിഡ ലെയറിലേക്ക് കോണ്ടാക്ട് വരുന്ന സമയത്ത് അവിടെ ചേഞ്ച് സംഭവിക്കും, കുറച്ച് ചേഞ്ചസ്, കെമിക്കൽ ചേഞ്ചസ് ഉണ്ടായി. അങ്ങനെ എന്ത് പറ്റും, ബാക്കി സ്പേം സെൽസിനെയൊക്കെ അത് ബ്ലോക്ക് ചെയ്യും. സോ അത് ആ ഒരു ഫംഗ്ഷൻ നടക്കുന്നത് സോണ പെല്ലുസിഡ എന്ന് പറയുന്ന ലെയറിലാണ്. സോ അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അകത്ത് പറയുന്ന സോണ പെല്ലുസിഡ കഴിഞ്ഞുള്ള ഒരു മെംബ്രെയിൻ സ്ട്രക്ചർ ആണ് പ്രിവെറ്റിലൈൻ സ്പേസ്. അതിന്റെയും അകത്താണ് ഓവം എന്ന് പറയുന്ന സെല്ല് കാണുന്നത്. സോ ഓവത്തിന്റെ ഏറ്റവും ഔട്ടർ ലെയർ കൊറോണ റേഡിയേറ്റ, അതിന്റെ അകത്തുള്ള ലെയർ സോണ പെല്ലുസിഡ, അതും കഴിഞ്ഞുള്ള ലെയർ ആണ് പെരിവെറ്റിലൈൻ സ്പേസ്. സോ സ്പേമിന്റെ ഹെഡ് പോർഷനിൽ കാണുന്ന ഒരു മെംബ്രെയിൻ ആണ് ആക്രോസോം. ആക്രോസോമിനകത്ത് എന്താ ഉള്ളത്, കുറച്ച് എൻസൈംസ് ഒക്കെ ഉണ്ട് അല്ലെ. സോ ആ ഒരു സ്ട്രക്ചർ ആണ് ഓവത്തിനെ സ്പേം സെല്ലിന് ഓവത്തിനകത്തേക്ക് എൻ്റർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. This induces the completion of the meiotic division of the secondary oocyte. The second meiotic division is also unequal and results in the formation of a second polar body. And a haploid ovum or the oocyte soon forms a diploid zygote. So നമുക്ക് ഈ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ സ്പേം സെല്ല് എക്സലിനകത്ത് എൻ്റർ ചെയ്ത് കഴിയുന്ന സമയത്തായിരിക്കും അവിടെ സെക്കൻഡറി ഊസൈറ്റിന് ഡിവിഷൻ നടക്കുന്നത്, അതായത് മിയോട്ടിക് ഡിവിഷൻ നടക്കുന്നത്. കാരണം സെക്കൻഡറി ഊസൈറ്റിനകത്തേക്ക് സ്പേം സെൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് അവിടെ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടക്കും. അങ്ങനെ ഫോം ചെയ്യുന്നതാണ് സെക്കൻഡ് പോളാർ ബോഡിയും സൈഗോട്ടും. നമ്മൾ ആ ഫിഗറിൽ നേരത്തെ നോക്കിയപ്പോൾ പറഞ്ഞായിരുന്നു. സോ ഈ സെക്കൻഡറി യൂസൈറ്റ് ബാക്കി ഡിവിഷൻ നടക്കുന്നത് ഫെർട്ടിലൈസേഷൻ കഴിയുന്ന സമയത്താണ്. ക്ലിയർ ആയോ ഇത്? കാരണം ഫീറ്റൽ ലൈഫില് പ്രൈമറി യൂസൈറ്റ് വരെ ഫോം ചെയ്യും, അത് കഴിഞ്ഞ് പ്യൂബർട്ടിയുടെ സമയത്ത് ബാക്കി ഡിവിഷൻ ഒക്കെ നടക്കും. അങ്ങനെ സെക്കൻഡറി യൂസൈറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടക്കുന്നത് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് സ്പേം സെല്ലുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നതിന് ശേഷമായിരിക്കും. അന്നേരം അവിടെ ഒരു സെക്കൻഡ് പോളാർ ബോഡി ഫോം ചെയ്യും, ഊട്ടിൽ അല്ലെങ്കിൽ ഓവം എന്ന് പറയുന്ന ഈ സെല്ലും ഫോം ചെയ്തിട്ടുണ്ടാവും. പിന്നെന്താ സംഭവിക്കുന്നത്, ഈ സ്പേമിനകത്ത് ഒരു ന്യൂക്ലിയസ് ഉണ്ട്, അതുപോലെ തന്നെ ഓവത്തിനകത്ത് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാണ് ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഫോം ചെയ്യുക. കാരണം ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പേമും ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഓവവും കൂടി ഫ്യൂസ് ചെയ്ത് ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സൈഗോട്ട് ഫോം ചെയ്യും. സോ ആദ്യം പറഞ്ഞ സ്റ്റെപ്പ് ഇൻസെമിനേഷൻ ആയിരുന്നു, പിന്നെ പറഞ്ഞ സ്റ്റെപ്പാണ് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ വഴി ഫോം ചെയ്യുന്നതാണ് സൈഗോട്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം സൈഗോട്ട് എന്ന് പറയുന്നത് ഈ മെയിൽ ഗാമറ്റും ഫീമെയിൽ ഗാമറ്റും കൂടി ഫ്യൂസ് ചെയ്ത് വരുന്ന ഒരു സ്ട്രക്ചറാണ് സൈഗോട്ട്. ഈ സൈഗോട്ടിന് പിന്നെ ഡിവിഷൻ നടന്നു വരുന്ന ഒരു സ്ട്രക്ചറിനാണ് നമ്മൾ എംബ്രിയോ എന്ന് പറയുന്നത്. സോ ആദ്യം ഫോം ചെയ്യുന്നത് സൈഗോട്ടാ, പിന്നെ സൈഗോട്ടിന് മൈറ്റോട്ടിക് ഡിവിഷൻ, മിയോട്ടിക് അല്ല മൈറ്റോട്ടിക്, അതായത് 2-1 കണ്ടീഷൻ, പിന്നെയും 2-1 കണ്ടീഷൻ തന്നെ റിമൈൻ ചെയ്യും, നോർമൽ സ്കിൻ സെല്ലിലൊക്കെ കാണുന്ന ഡിവിഷൻ. സോ സൈഗോട്ടിൽ മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ടാണ് ബാക്കി എംബ്രിയോയുടെ സ്ട്രക്ചർ ആയിട്ട് ഫോം ചെയ്യുന്നത്. ക്ലിയർ ആണോ ഇത്രയും? ടീച്ചറൊരു സംശയം. ടീച്ചർ ഒരു സ്പേമിൽ ഓവത്തിനകത്ത് ഇത് ചെയ്യുള്ളൂ ഫെർട്ടിലൈസേഷൻ ചെയ്യുള്ളൂ, അപ്പത്തേക്ക് ബാക്കിയുള്ള സ്പേം സെൽസ് ബാക്കിയുള്ള സ്പേംസ് എന്ത് ചെയ്യും എന്ന് വെച്ചാൽ സ്പേം സെൽസ് കുറെ ആണല്ലോ ഓവത്തിലേക്ക് ചെല്ലുന്നത്, പക്ഷെ ഒരു സെല്ലിന് മാത്രമേ അവിടെ ഫെർട്ടിലൈസേഷൻ നടത്താൻ പറ്റുള്ളൂ. ബാക്കി സെല്ലൊക്കെ ഡീജനറേറ്റ് ആയിപ്പോ എന്ന് വെച്ചാൽ അതിന് പിന്നെ കുറെ സമയം കഴിയുമ്പോൾ അതിന്റെ മോട്ടിലിറ്റിയും അതുപോലെയുള്ള ഫങ്ഷൻസ് ഒക്കെ നഷ്ടപ്പെട്ട് ആ സെൽസ് ഒക്കെ എന്ത് പറ്റും, അതൊക്കെ നശിച്ചു പോവാ ചെയ്യാറ്.
അപ്പൊ ഈ മറ്റേ ഓവല് ഈ മറ്റേ യൂട്രസിന്റെ അകത്തുള്ള ട്യൂബിന്റെ അകത്ത് മറ്റേ സൈഗോട്ട് ഉണ്ടാകത്തില്ലേ? അത് കഴിഞ്ഞിട്ടല്ലേ യൂട്രസിലോട്ട് പോണേ? അതെ അതെ. ആ സമയത്ത് യൂട്രസിലിരുന്ന മറ്റേ യൂട്രസിലോട്ട് പോണേണ് വേറെ ട്യൂബിൽ ഇരുന്ന് വളർന്നിട്ടുണ്ട് എന്ത് പറ്റും? ട്യൂബിലിരുന്ന് എന്താ പറ്റുന്നതെന്ന് അറിയോ? ട്യൂബിലിരുന്ന് കുറച്ച് ഡിവിഷനൊക്കെ നടക്കും. എന്നുവെച്ചാ 2 സെല്ലുള്ളത് പിന്നെ 4 സെല്ലാവും, 8 സെല്ലാവും, അങ്ങനെ അത് മൂവ് ചെയ്തുകൊണ്ടായിരിക്കും യൂട്രസിന്റെ അകത്തേക്ക് ചെല്ലുന്നത് ഇംപ്ലാന്റേഷൻ നടക്കാൻ. പക്ഷെ ചില സമയത്ത് എന്നാ പറ്റുന്നത്, ഈ ഫെലോപ്പിയൻ ട്യൂബുകളുടെ അകത്ത് തന്നെ ഇരുന്ന് ബാക്കി ഡെവലപ്മെന്റും, അതായത് ബാക്കി ഡിവിഷനും കൂടെ നടന്ന് അവിടെ ഇരുന്ന് ഗ്രോ ചെയ്യുവാണെങ്കിൽ അത് എന്ത് പറ്റും? അത് നോർമൽ പ്രഗ്നൻസി ആയിരിക്കില്ല. അതിന് പറയുന്ന പേരാണ് എക്ടോപിക് പ്രഗ്നൻസി. അതായത് യൂട്രസിനകത്തല്ലാതെ ഫെലോപ്പിയൻ ട്യൂബിന്റെ അകത്തിരുന്ന് ആ ഒരു ബേബി ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിവിടെ എന്ത് പറ്റും? അവിടെ നോർമലായിട്ട് ഗ്രോ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പം അത് ഫുൾ ടൈം ആയിട്ട് ആ പ്രഗ്നൻസി കൊണ്ടുപോകാൻ പറ്റില്ല. അത് ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും മെഡിക്കലി അല്ലെങ്കിൽ സർജിക്കലി എന്തെങ്കിലും ചേഞ്ചസ് വരുത്തേണ്ടി വരും. അതാണ് കൊച്ചു ചോദിച്ചേ? അതോ? അല്ല, അത് അവിടെ ഇരുന്ന് വളർന്ന് നമ്മളത് നോക്കിയില്ലേ ട്യൂബ് ബ്രേക്ക് ആയിട്ടുണ്ട് എന്നാവുന്നു. അതെന്നാന്നറിയാം, അത് സ്കാൻ ചെയ്യുന്ന സമയത്ത്, അതായത് ഫസ്റ്റ് ട്രൈമസ്റ്ററും സെക്കൻഡ് ട്രൈമസ്റ്റർ, അങ്ങനെ ടോട്ടൽ 9 മന്ത് ആണല്ലോ പ്രഗ്നൻസിയുടെ പീരീഡ്. അത് ഓരോ 3 മാസവും ഓരോ ട്രൈമസ്റ്റർ ആയിട്ട് അവര് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ സ്കാൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പൊ എവിടെയാ ബേബിയുടെ പൊസിഷൻ, എവിടെയാ ഇംപ്ലാന്റ് ചെയ്ത് കറക്റ്റ് ആയിട്ടാണോ, അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഈ ഫെലോപ്പിയൻ ട്യൂബുകളിനകത്ത് വെച്ച് എന്ത് പറ്റും? അവിടെ വെച്ച് ഗ്രോ ചെയ്താൽ ഒത്തിരി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. അത് മാത്രമല്ല കംപ്ലീറ്റ് ഗ്രോത്ത് ഒന്നും നടക്കില്ല. കുറച്ച് ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ തന്നെ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഡോക്ടേഴ്സിന്. സോ ഇപ്പൊ പോസിബിൾ അല്ലാത്ത കണ്ടീഷൻ ആണെങ്കിൽ അവരെന്ത് ചെയ്യും? അവര് മെഡിക്കലി അത് ടെർമിനേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അബോർട്ട് ചെയ്ത് കളയും. കേട്ടോ? അപ്പൊ ടീച്ചറെ ബേബീസ് എങ്ങനെ ഉണ്ടാവണം? എന്താ ട്വിൻ ബേബീസ്? ട്വിൻ ബേബീസ് എന്ന് പറയുമ്പോ 2 ടൈപ്പ് ഉണ്ട്. ഈ മറ്റേണൽ ആൻഡ് ഫ്രറ്റേണൽ എന്നൊക്കെ പറയില്ലേ? അതായത് ഒരു എക്സെല്ലിൽ എന്ത് പറ്റും? അത് നോർമലി ഫെർട്ടിലൈസ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അവര് 2 ടൈപ്പ് സെല്ലായിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്തു പോകും. അന്നേരം എന്താ പറ്റുന്നത്? അന്നേരം ഒരു സൈഗോട്ടിന്ന് അല്ലെങ്കിൽ 2 പേരും ഉണ്ടായത്, അപ്പൊ അവരുടെ ക്യാരക്ടേഴ്സ് ഒക്കെ സെയിം ആയിരിക്കും. അതേസമയം ഫ്രറ്റേണൽ ട്വിൻസ് ആൻഡ് മറ്റേണൽ ട്വിൻസ് അതിൽ ചേഞ്ചസ് എന്താന്ന് വെച്ചാൽ ഒരെണ്ണം ഐഡന്റിക്കൽ, അതായത് ഈ സൈഗോട്ട് ഫോം ചെയ്തിട്ട് ഡിവൈഡ് ആയി പോകുന്നതിൽ എല്ലാ ക്യാരക്ടേഴ്സും സെയിം ആയിരിക്കും. സോ അവരാണ് ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ മോണോസൈഗോട്ടിക് ട്വിൻസ്, അതായത് ഒരു സൈഗോട്ടിൽ നിന്നല്ല അവര് 2ആയിട്ട് ഡിവൈഡ് ചെയ്തു പോയത്. സോ അവര് പറയുന്ന പേരാണ് ഐഡന്റിക്കൽ ട്വിൻസ് അല്ലെങ്കിൽ മോണോസൈഗോട്ടിക് ട്വിൻസ്. പിന്നെയുള്ളതാണ് ഡൈസൈഗോട്ടിക് അല്ലെങ്കിൽ ഫ്രറ്റേണൽ ട്വിൻസ് എന്ന് പറയും. ഈ ഫ്രറ്റേണൽ ട്വിൻസിന് എങ്ങനെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ചില സമയത്ത് എന്ത് പറ്റും? ഒരു ഓവം റിലീസ് ചെയ്യേണ്ടതിന് പകരം ഒന്നിലധികം, അതായത് 2 ഓവം സെൽസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ വരുന്ന കണ്ടീഷനിൽ ആണ് അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ ചിലപ്പോൾ ഈ 2 ഓവം അല്ലെങ്കിൽ 2 എക്സെല്ലും സെപ്പറേറ്റ്ലി ഫെർട്ടിലൈസ് ചെയ്യും. അങ്ങനെയാണ് 2 ബേബീസ് ഉണ്ടാവും. പക്ഷെ അവർ ഒരേപോലെ ആയിരിക്കില്ല. കാരണം അവർ 2 എക്സെല്ലിൽ നിന്നും 2 സ്പേം സെല്ലിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടല്ലേ ഉണ്ടായത്. അങ്ങനെ അവർ വരുമ്പോഴത്തേക്കും അവര് നോൺ ഐഡന്റിക്കൽ ട്വിൻസ് അല്ലെങ്കിൽ ഫ്രറ്റേണൽ ട്വിൻസ് ആയിട്ട് ഫോം ചെയ്യും. ക്ലിയർ ആയോ അത്? ക്ലിയർ ആയി. ഓക്കെ. സോ നമ്മൾ സ്ക്രീൻ നമ്മൾ പറഞ്ഞെന്താ? സൈഗോട്ട് ഫോം ചെയ്യും. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഹൗ മെനി ക്രോമസോംസ് വിൽ ബി ദെയർ ഇൻ ദ സൈഗോട്ട്, പറയാമോ? 46. കറക്റ്റ്. കാരണം സ്പേമിനകത്ത് 23 ക്രോമസോംസ് ഉണ്ട്, ഓവത്തിനകത്തും 23 ക്രോമസോംസ് ഉണ്ട്. സോ ഇത് രണ്ടും കൂടെ ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യുമ്പോൾ 2n കണ്ടീഷൻ അല്ലെങ്കിൽ 46 ക്രോമസോംസ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് 23 പെയർ ക്രോമസോംസും ഉണ്ടെന്ന് പറയാൻ പറ്റും. സോ പിന്നെ സംഭവിക്കുന്നത് ഫർദർ ഡിവിഷൻ ഒക്കെ സംഭവിക്കും. പിന്നെ അതിന് മുമ്പ് ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ബേബീസ്. അത് ഇമ്പോർട്ടൻ്റാ. So one has to remember that the sex of the baby had been decided at this stage itself. Let's just see how. As you know, the chromosome pattern in the human female is XX and that in the male is XY. Therefore, all the haploid gametes produced by the female have the sex chromosome X, whereas in the male gametes or the sperm, the sex chromosome could be either X or Y. Hence, 50% of the sperms carry the X chromosome, while the other 50% carry the Y. After fusion of the male and female gametes, the zygote would
carry either XX or XY depending on whether the sperms carry X or Y fertilize the ovum. The zygote carrying XX would develop into a female baby and XY would develop a male. So, the sex of the baby is determined by the father, not the mother. ഇതെന്താണെന്ന് വെച്ചാൽ സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹ്യൂമൻസ്. കാരണം ഈ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ 23 ക്രോമസോംസ് ഉണ്ടല്ലോ, അതിൽ 22 എണ്ണം നോർമൽ ക്രോമസോംസ്, അതായത് ബാക്കി ക്യാരക്ടേഴ്സ് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ക്രോമസോംസ്. ഈ 23ാമത്തെ ക്രോമസോം, ഈ 23rd ക്രോമസോമിന് നമ്മൾ പറയുന്ന പേരാണ് സെക്സ് ക്രോമസോം. സോ ഈ സെക്സ് ക്രോമസോംസ് കാരണമാണ് ഇപ്പൊ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഈ സ്പേമിനകത്ത് കാണുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഹെട്രോസൈഗസ്. ഹെട്രോ എന്ന് വെച്ചാൽ എന്താ ഡിഫറൻസ്. ഹെട്രോസൈഗസ് എന്ന് വെച്ചാൽ 2 ടൈപ്പ് ഓഫ് ക്രോമസോംസ് സ്പേം സെൽസിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഒന്നല്ലെങ്കിൽ എക്സ് ക്രോമസോമും അല്ലെങ്കിൽ വൈ ക്രോമസോമും. സോ ഒരു സ്പേം സെൽ എടുത്താൽ അതിനകത്ത് ഒന്നല്ലേ എക്സ് ആയിരിക്കും, അല്ലെങ്കിൽ അത് വൈ ആയിരിക്കും. സോ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും സ്പേം സെല്ലിൽ കാണുന്നത്. പക്ഷെ ഓവം അല്ലെങ്കിൽ എക്സ് സെൽസിന്റെ കണ്ടീഷൻ എന്താ, അത് ഹോമോസൈഗസാ. ഹോമോ എന്ന് വെച്ചാൽ സെയിം. ഹോമോസൈഗസ് കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാ എക്സ് സെല്ലിലും ഒരേ സെക്സ് ക്രോമസോമ കാണുന്നത്. അതായത് എക്സ് എന്ന് പറയുന്ന ഒറ്റ സെക്സ് ക്രോമസോം മാത്രമേ എക്സ് സെല്ലിൽ കാണാൻ പറ്റൂ. അതേസമയം സ്പേം സെല്ലിൽ എങ്ങനെയാ, അവിടെ ഒന്നല്ലെങ്കിൽ എക്സ് ആവാം അല്ലെങ്കിൽ വൈ ആവാം, ഏതെങ്കിലും ഒന്നായിരിക്കും കാണുന്നത്. സോ ഈ സൈഗോട്ട്, അതായത് ഓവമും സ്പേമും തമ്മിൽ ഫ്യൂസ് ചെയ്താണല്ലോ സൈഗോട്ട് ഫോം ചെയ്യുന്നത്. സോ എന്തായാലും ഓവത്തിനകത്ത് എക്സ് ക്രോമസോം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ വൈ ക്രോമസോം ആണ് സ്പേമിലെങ്കിൽ എക്സും വൈയും കൂടെ കമ്പൈൻ ചെയ്ത് ഉണ്ടാവുന്ന സൈഗോട്ട് എങ്ങനെയായിരിക്കും, എക്സ് വൈ കണ്ടീഷൻ ആയിരിക്കും. അതായത് എക്സ് വൈ എന്ന് പറയുന്നത് മെയിൽ ആണ് ഹെട്രോസൈഗസ്, അതായത് 2 ഡിഫറെന്റ് സെക്സ് ക്രോമസോം ഉള്ളത് മെയിൽസിലാണ്. ഫീമെയിൽസ് എപ്പോഴും എങ്ങനെയാ, ഫീമെയിൽസിൽ ഹോമോസൈഗസ്, അതായത് എക്സ് എന്ന് പറയുന്ന ക്രോമസോം, അതായത് സെയിം ക്രോമസോം ആയിരിക്കും ഫീമെയിലിൽ കാണുന്നത്. ഇതേ സമയം ഈ സ്പേം സെൽ എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്ന ക്രോമസോം ഉള്ള ഒരു സ്പേം സെൽ ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സൈഗോട്ട് എങ്ങനെയായിരിക്കും, അവിടെ ഫീമെയിലിൽ നിന്ന് ഒരു എക്സോ ഉണ്ടാവും, മെയിലിൽ നിന്ന് ഒരു എക്സോ ഉണ്ടാവും. സോ അതുകൊണ്ട് അവിടെ ഉണ്ടാകുന്നത് ഫീമെയിൽ ആയിട്ടുള്ള സൈഗോട്ട്, അതായത് എക്സ് കണ്ടീഷൻ ആയിരിക്കും. അതിന്റെ ഡയഗ്രാം ഇതിനകത്ത് ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ അതിന്റെ ഒരു ഡയഗ്രാം കാണിച്ചു തരാം കേട്ടോ, അതാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും. കാണാവോ? ഓക്കെ. സോ ഇവിടെ എന്താ, ഇവിടെ പേരൻസിന്റെ ക്രോമസോം കാണിച്ചിട്ടുണ്ട്. മെയിൽസിൽ എങ്ങനെയായിരിക്കും, എക്സ് വൈ ആയിരിക്കും, ഫീമെയിൽസിൽ എക്സ് എക്സ് ആയിരിക്കും. സോ ഈ ഗാമേറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് സ്പേം സെല്ലിൽ ഒന്നല്ലെങ്കിൽ എക്സ് ക്രോമസോം ആയിരിക്കും അല്ലെങ്കിൽ വൈ ക്രോമസോം ആയിരിക്കും. എക്സെല്ലിൽ എങ്ങനെയായിരിക്കും, എക്സെല്ലിൽ എപ്പോഴും എക്സ് ക്രോമസോം തന്നെയായിരിക്കും. സോ ഈ എക്സ് ക്രോമസോമും കൂടി ഫ്യൂസ് ചെയ്യുന്ന സമയത്ത് ഫീമെയിൽ ആയിരിക്കും. അതേസമയം വൈ ക്രോമസോമും എക്സ് ക്രോമസോമും കൂടി ഫ്യൂസ് ചെയ്യുന്ന സമയത്ത് മെയിലും ആയിരിക്കും. സോ ഇവിടെ എന്തുകൊണ്ടാണ്, ഇവിടെ ഫീമെയിൽസ്, അതായത് മദേഴ്സ് പറയുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സെൽസ് എല്ലാം ഹോമോസൈഗസ് ആയതുകൊണ്ട് തന്നെ ഈ ബേബിയുടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരായിരിക്കും, ഫാദറിന്റെ സ്പേമിലുള്ള ക്രോമസോംസ് ആയിരിക്കും ബേബിയുടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ക്ലിയർ ആണോ അത്? ഓഡിബിൾ ആണല്ലോ അല്ലേ? ഹലോ, എന്തോ? ഇത് ക്ലിയർ ആയോ? ഓക്കെ. ഓക്കെ.
ഓക്കെ സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ബേബീസ് അത് ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ തന്നെ ഈ ലാസ്റ്റ് ഒരു കൊടുത്തിട്ടില്ലേ ആ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് അല്ല ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് പോലെ തന്നെ മിക്കവാറും ചോദിക്കാറുണ്ട്. ദ സെക്സ് ഓഫ് എ ബേബി ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഫാദർ, എക്സ്പ്ലെയിൻ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. സോ നമുക്ക് എന്താ ഇവിടെ നമുക്ക് സൈഗോട്ട് ഫോം ചെയ്യുന്ന കാര്യം വരെ പറഞ്ഞു. ഇനി ബാക്കി ഡിവിഷന്റെ കാര്യം പറയേണ്ടത്. The mitotic division starts as the zygote moves through the isthmus of the oviduct cleavage towards the uterus and forms 2, 4, 8, 16 daughter cells called blastomeres. പിന്നെ എന്താ സംഭവിക്കുന്നത്, ഈ ഫിഗർ നോക്കി അറിയാൻ പറ്റും ഈ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ആംബുലയിൽ വെച്ചാ. സോ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന, അതായത് യൂട്രസിനകത്തേക്ക് മൂവ് ചെയ്യുന്ന സമയത്തൊക്കെ അവിടെ ബാക്കി ഫെർദർ ആയിട്ടുള്ള ഡിവിഷൻസ് നടന്നുകൊണ്ടിരിക്കുക. സോ അങ്ങനെയുള്ള ഡിവിഷൻ എന്ന് പറയുന്ന പേരാണ് ക്ലീവേജ്. ക്ലീവേജ് എന്ന് പറഞ്ഞാൽ ഒരു സെല്ല് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും, പിന്നെ അതെന്ത് പറ്റും, പിന്നെ അതിന്റെ മൾട്ടിപ്പിൾ, അതായത് 2 പിന്നെ 4 ആവും, 4 8 ആവും, പിന്നെ 16 ആവും, അങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്ത് പോരും. ആ ഡിവൈഡ് ചെയ്യുന്ന സെൽസിന് നമ്മളൊരു പേര് പറയും. അതായത് സൈഗോട്ടിനകത്ത് ഡിവിഷൻ നടക്കുമ്പോൾ കുറെ സെൽസ് ഫോം ചെയ്തു, ആ സെൽസിന് പറയുന്ന പേരാണ് ബ്ലാസ്റ്റോമിയർ. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഒരു മിനിറ്റ്, ഓക്കെ, ഇവിടെ ഫെർട്ടിലൈസേഷൻ നടന്നു, പിന്നെ അത് 2 സെല്ലുള്ള സ്റ്റേജ് ആയിട്ട് മാറി, പിന്നെ അതെന്ത് പറ്റും 4 സെല്ലുള്ള സ്റ്റേജ് ആയിട്ട് മാറി. സോ ഈ ഓരോ സെല്ലിനും പറയുന്ന പേരാണ് ബ്ലാസ്റ്റോമിയേഴ്സ് എന്ന് പറയുന്നത്. അവിടെ നടക്കുന്നത് മൈറ്റോട്ടിക് ഡിവിഷൻ തന്നെയായിരിക്കും. പിന്നെ 8 to 16 സെൽസ് ഉള്ള ഒരു ബ്ലാസ്റ്റോമിയേഴ്സ് ഉള്ളൊരു എംബ്രിയോയ്ക്ക് നമ്മൾ പറഞ്ഞ പേരാണ് മോറുല. ഇവിടെ ഈ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. മോറുല എന്താണെന്ന് ചോദിക്കാറുണ്ട്. മോറിൽ എന്താ 8 to 16 സ്റ്റേജസ് ഉള്ള ഒരു എംബ്രിയോ, അതിന് പറയുന്ന പേരാണ് മോറുല. സോ 8 to 16 സ്റ്റേജസില് 8 to 16 ബ്ലാസ്റ്റോമിയസ് ഉള്ള ഒരു എംബ്രിയോയ്ക്ക് പറയുന്ന പേരാണ് മോറുല. അതും ഇമ്പോർട്ടന്റ് ആണ്. ഒരു മിനിറ്റ്, ഇതിനകത്ത് എന്തെങ്കിലും മിക്സ് ആയിട്ടുണ്ടോ? ഒരു പേജ് 2 പ്രാവശ്യം വന്നിട്ടുണ്ടല്ലേ? ഓക്കെ. So, embryo with 8 to 16 blastomeres is called a morula. The morula continues to divide and transform into a blastocyst. The blastocystem important. So, ആദ്യം സൈഗോട്ട് 2 സെല്ലാവും, പിന്നെ അത് 4 സെല്ലാവും, 8 സെല്ലാവും, പിന്നെ 8 to 16 വരെയുള്ള സെൽസിന്റെ കണ്ടീഷൻ പറയുന്ന പേരാണ് മോറുല. പിന്നെ ഈ മോറുല കുറച്ചും കൂടി ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ഒരു പേര് പറയും ബ്ലാസ്റ്റോസിസ്റ്റ്. ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു എംബ്രിയോ ആയിരിക്കാം. സോ ദ മോറുല continues to divide and transforms into blastocyst as it moves further into the uterus. The blastomeres in the blastocyst are arranged in an outer layer called trophoblast and an inner group of cells attached to the trophoblast called the inner cell mass. The trophoblast layer then gets attached to the endometrium and the inner cell mass get differentiated as the embryo. After attachment, the uterine cells divide rapidly and covers the blastocyst. As a result, the blastocyst become embedded in the endometrium of the uterus. This is called implantation and it leads to pregnancy. So, നമ്മൾ നേരത്തെ പറഞ്ഞു ഇംപ്ലാന്റേഷൻ നടക്കും, ആ സമയത്ത് യൂട്രസിന്റെ അകത്തെ ലെയർ, അതായത് എൻഡോമെട്രിയം ആയിട്ട് ഈ എംബ്രിയോ ചെന്ന് ഫ്യൂസ് ചെയ്യുന്നു പറഞ്ഞു. സോ ആ സമയത്തുള്ള എംബ്രിയോയ്ക്ക് പറയുന്ന പേരാണ് ബ്ലാസ്റ്റോസിസ്റ്റ്. ബ്ലാസ്റ്റോസിസ്റ്റിനകത്ത് നമുക്ക് കുറച്ച് പാർട്സ് പഠിക്കാനുണ്ട്. അതിന്റെ ഈ കുഞ്ഞു ഡയഗ്രാമിൽ ഈ ടെക്സ്റ്റിലെ ഒരു മിനിറ്റ്. ഓക്കെ, സോ ഈ ഞാൻ വേറെ ഡയഗ്രാം കാണിച്ചിട്ട് ഇതിനകത്ത് നടക്കും തോന്നുന്നില്ല. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ കുഴപ്പമില്ല. ഓക്കെ, സോ മോറിലൊക്കെ എന്ത് സംഭവിക്കും, അത് പിന്നെ ഫർദർ ഡിവിഷൻ നടന്ന് ഇംപ്ലാന്റേഷൻ സമയമാകുമ്പോൾ ഇങ്ങനെ ഒരു സ്ട്രക്ചർ വരും. ഈ സ്ട്രക്ചറിന് പറയുന്നവരാണ് ബ്ലാസ്റ്റോസിസ്റ്റ്. ബ്ലാസ്റ്റോസിസ്റ്റിൽ എന്താ പറ്റുന്നത്,
നേരത്തെ പറഞ്ഞ ബ്ലാസ്റ്റോസൈറ്റ് ഇല്ലേ, ബ്ലാസ്റ്റോസൈറ്റ് എന്ന് വെച്ചാൽ ആ ഡിവൈഡ് ചെയ്ത് വരുന്ന സെൽസ്, ആ സെൽസ് എല്ലാം കൂടി രണ്ടായിട്ട് അറേഞ്ച് ചെയ്യും. സോ ആദ്യം എന്താ ഫോം ചെയ്യുന്നത്, ചുറ്റിനുള്ള ഒരു ഔട്ടർ ലെയർ ഓഫ് സെൽസ് ഫോം ചെയ്യും. ആ സെൽസിന് പറയുന്ന പേരാണ് ട്രോപ്പോബ്ലാസ്റ്റ്. ട്രോപ്പോബ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഔട്ടർ ലെയർ ഫോം ചെയ്യും. അതിനൊപ്പം തന്നെ ബാക്കി സെൽസ് എന്തിനാ പറ്റുന്നത്, അവർ ഇന്നർ സെൽ മാസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറും ഫോം ചെയ്യും. സോ ഈ സെൽസ് ഒന്നും ഇല്ലാത്തൊരു പാർട്ട്, അതിന് പറയുന്ന പേരാണ് ബ്ലാസ്റ്റോസീൽ. സീൽ എന്ന് വെച്ചാൽ എന്താ, ഒരു സ്പേസ്, എംപ്റ്റി സ്പേസ് എന്നൊക്കെ പറയും. സോ ബ്ലാസ്റ്റോസീൽ എന്ന് പറയുന്നത് അകത്ത് കാണുന്ന സ്പേസും ഇന്നർ സെൽ മാസ് അതിനകത്ത് കാണുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസും. ഈ ഇന്നർ സെൽ മാസ് ആണ് പിന്നെ ബേബിയുടെ ബോഡി ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ആൻഡ് ഈ ട്രോപ്പോബ്ലാസ്റ്റ് എന്ന് പറയുന്ന ഔട്ടർ ലെയറിന്റെ ഫംഗ്ഷൻ എന്താ, ഈ എൻഡോമെട്രിയം, യൂട്രസിന്റെ എൻഡോമെട്രിയം ആയിട്ട് അറ്റാച്ച് ചെയ്യുന്നത് ഈ ട്രോപ്പോബ്ലാസ്റ്റ് ആണ്. സോ ബ്ലാസ്റ്റോസിസ്റ്റിന് 3 പാർട്ട് ഉണ്ട്, ട്രോപ്പോബ്ലാസ്റ്റ്, ഇന്നർ സെൽ മാസ് ആൻഡ് ബ്ലാസ്റ്റോസീൽ. ട്രോപ്പോബ്ലാസ്റ്റിന്റെ ഫംഗ്ഷൻ ആണ് യൂട്രൈൻ വാളുമായിട്ട് പോയി ഫ്യൂസ് ചെയ്യാന്നുള്ളത്. ഇന്നർ സെൽ മാസ് ബാക്കിയുള്ള ബേബിയുടെ ബോഡി ഫോം ചെയ്യാം. ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ. മോറൽ എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നില്ല? നമ്മളിപ്പോ പറഞ്ഞല്ലേ ഒരു കാര്യം, എത്ര സെൽസ് ഉള്ള ബ്ലാസ്റ്റോസിസ്റ്റാ? 8 to 16 അല്ല. ആ കറക്റ്റ്. 8 to 16 ലെയേഴ്സ് ഉള്ള സെൽസ് ബ്ലാസ്റ്റോസിസ്റ്റ് ഉള്ളൊരു സ്ട്രക്ചർ ഓഫ് എംബ്രിയോയ്ക്ക് പറയുന്ന പേരാണ് മോറുല. ഒരു മിനിറ്റ്, ഞാൻ ആ കോപ്പി ഒന്ന് എടുത്തോട്ടെ, എന്റെ പ്രിന്റിനകത്ത് പേജ് തീർന്നു. ആദ്യം ക്ലാസ്സിൽ ഈ ചാപ്റ്റർ തീർന്നായിരുന്നോ? ഇല്ല, ഇതുവരെ തുടങ്ങിയില്ല. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് തുടങ്ങിയുള്ളൂ. ആണല്ലേ, ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങക്ക് മന്ത്ലി എക്സാംസ് വല്ലതും ഉണ്ടോ? ആണല്ലേ, ഓക്കെ. ആഴ്ചക്ക് സ്റ്റാർട്ട് ചെയ്തോ എക്സാംസ് ഒക്കെ? ആണല്ലേ. ഫസ്റ്റ് ചാപ്റ്റർ ഫുൾ ഉണ്ടോ അതോ പഠിപ്പിച്ച പോർഷൻസ്? എന്തോ ക്ലിയർ ആവുന്നില്ലല്ലോ. ഈ ഓഡിയോ ഒട്ടും ക്ലിയർ ആവുന്നില്ല കേട്ടോ. സാറിന്റെ ഗ്രൂപ്പിലായിട്ട് മെസ്സേജോ അങ്ങനെ എന്തെങ്കിലും ഇട്ടാ മതിയേ. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മള് ഇംപ്ലാന്റേഷൻ വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. സോ ബാക്കി എന്താ, ബാക്കി ഇനി ഫെർദർ ഈ പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്ന ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണ് നമുക്ക് പറയാനുണ്ട്. Pregnancy and embryonic development. So after implantation, finger-like projections appears on the trophoblast called chorionic villi, which are surrounded by the uterine tissue and maternal blood. The chorionic villi and uterine tissue becomes interdigitated with each other and jointly forms a structural and functional unit between developing embryo and maternal body called placenta. സോ ഇംപ്ലാന്റേഷൻ നടക്കുമ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ ഒരു ട്രോപ്പോബ്ലാസ്റ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഒക്കെ ബ്ലാസ്റ്റോസിസ്റ്റിൽ കാണാൻ പറ്റുന്നു. ട്രോപ്പോബ്ലാസ്റ്റ് എന്ത് ചെയ്യും, പിന്നെ അതിനകത്ത് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ടാവും. സോ ചെറിയ ചെറിയ പ്രൊജക്ഷൻസ് ഉണ്ടായിട്ട് ട്രോപ്പോബ്ലാസ്റ്റും യൂട്രസിന്റെ ആ ടിഷ്യൂ കൂടി അങ്ങ് ഫ്യൂസ് ചെയ്യും. സോ ആ പ്രൊജക്ഷൻസിന് പറയുന്ന പേരാണ് കോറിയോണിക് വില്ലൈ. കോറിയോണിക് വില്ലൈ ഉണ്ടാവുന്നത് ട്രോപ്പോബ്ലാസ്റ്റിലാണ്. സോ ഈ ട്രോപ്പോബ്ലാസ്റ്റിലെ കോറിയോണിക് വില്ലയും യൂട്രസിന്റെ അകത്തെ ടിഷ്യൂവും കൂടി ഫ്യൂസ് ചെയ്ത് മറ്റേണൽ ബ്ലഡും ഒക്കെ കൂടെ ഫ്യൂസ് ചെയ്യും. സോ അങ്ങനെ ഫോം ചെയ്യുന്ന ബോഡിക്ക് പറയുന്ന പേരാണ് പ്ലാസെന്റ. സോ ദ കോറിയോണിക് വില്ലൈ ആൻഡ് ദ യൂട്രൈൻ ടിഷ്യൂ ബിക്കം ഇന്റർഡിജിറ്റേറ്റഡ് വിത്ത് ഈച്ച് അതർ ആൻഡ് ജോയിന്റ്സ്ലി ഫോം എ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ബിറ്റ്വീൻ ദ ഡെവലപ്പിംഗ് എംബ്രിയോ ആൻഡ് ദ മറ്റേണൽ ബോഡി. അതായത് ഇപ്പൊ ഇത് ട്രോപ്പോബ്ലാസ്റ്റ് ആണെങ്കിൽ
ഒരു മിനിറ്റ്. ഈ ഇന്റർഡിജിറ്റേറ്റഡ് എന്ന് വെച്ചാൽ നമ്മുടെ രണ്ട് കൈയും വിരൽ തമ്മിൽ കൂട്ടി വെക്കുമ്പോൾ ഒരു സ്ട്രക്ചർ കിട്ടത്തില്ലേ, ഏകദേശം അതുപോലെ. സോ ഇപ്പൊ ഇത് യൂട്രസിന്റെ വാളാണെങ്കിൽ ഈ ട്രോപ്പോപ്ലാസ്റ്റിൽ എന്ത് പറ്റും, ട്രോപ്പോപ്ലാസ്റ്റിൽ ചെറിയ പ്രൊജക്ഷൻസ് ഉണ്ടാവും ഫിംഗർ ലൈക്ക്. സോ അതിന് പറയുന്നതാണ് കോറിയോണിക് വില്ല. ഈ കോറിയോണിക് വില്ലയും യൂട്രസ് വാളും കൂടി ഇങ്ങനെ ഒരു ഇന്റർഡിജിറ്റേറ്റഡ് സ്ട്രക്ചർ ഫോം ചെയ്യും. സോ ഇതെന്താ, ഇത് ബേബിയുടെ സൈഡാണ് ആൻഡ് ഇത് മാറ്റേണൽ സൈഡ്. സോ ഇവിടെ രണ്ടിൽ നിന്നും സ്ക്രീൻ പോയോ? പോയി. ഒരു മിനിറ്റ്. ശരിയല്ലേ? സോ കോറിയോണിക് വില്ലയും യൂട്രസിന്റെ ടിഷ്യൂവും കൂടെ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യും ഫ്യൂസ് ചെയ്ത്. അതിന് പറയുന്ന പേരാണ് പ്ലാസെന്റ. പ്ലാസെന്റയ്ക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ഫങ്ഷൻസ് ഒക്കെ ഉണ്ട്. സോ പ്ലാസെന്റ എന്താ ചെയ്യുന്നത്, ബേബിയിൽ നിന്ന് ഉള്ള വേസ്റ്റ് പ്രോഡക്റ്റ് ഒക്കെ റിമൂവ് ചെയ്യും. അതുപോലെ തന്നെ മദറിന്റെ ബോഡിയിൽ നിന്നുള്ള ഓക്സിജനും ന്യൂട്രിയൻസും ഒക്കെ ബേബിക്ക് എത്തിച്ചു കൊടുക്കും. സോ അത് ആരുടെ ഫംഗ്ഷനാ, പ്ലാസെന്റയുടെ ഫംഗ്ഷനാ. The placenta facilitates the supply of oxygen and nutrients to the embryo and also removal of carbon dioxide and excretory or waste materials produced by the embryo. The placenta is connected to the embryo through an umbilical cord which helps in the transport of substance to and from the embryo. Placenta also acts as an endocrine tissue and produces several hormones like human chorionic gonadotropin, human placental lactogen, estrogens and progesterone, etc. So നമ്മൾ പറഞ്ഞു പ്ലാസെന്റയുടെ ഫംഗ്ഷൻ എന്താ, ഒരെണ്ണം ട്രാൻസ്പോർട്ടേഷൻ, അതായത് മദറിൽ നിന്നുള്ള ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ ബേബിക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ബേബിയിലുള്ള വേസ്റ്റ് പ്രോഡക്ട്സും കാർബൺ ഡയോക്സൈഡും ഒക്കെ തിരിച്ച് മദറിന്റെ ബോഡിക്കകത്തേക്ക് ഇൻഫ്യൂസ് ചെയ്യിക്കുക. അതും ഒരു ഫംഗ്ഷനാണ്. അതുപോലെ തന്നെ പ്ലാസെന്റയ്ക്ക് മറ്റൊരു ഫംഗ്ഷൻ കൂടി ഉണ്ട്, കുറച്ച് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. സോ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടിഷ്യൂ നമ്മൾ പറയുന്ന പേരാണ് എൻഡോക്രൈൻ ടിഷ്യൂ. എൻഡോക്രൈൻ ടിഷ്യൂ ആയിട്ട് പ്ലാസെന്റ ആക്ട് ചെയ്യുമ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപിൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ട്രോപ്പോബ്ലാസ്റ്റില് കോറിയോണിക് വില്ല എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ടായിട്ടാണ് അത് യൂട്രൈൻ വാളുമായിട്ട് ഫ്യൂസ് ചെയ്ത് പ്ലാസെന്റ ഉണ്ടാവുന്നത്. സോ പ്ലാസെന്റ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിന്റെ പേര് എന്താ, ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപിൻ. പിന്നെ ഹ്യൂമൻ പ്ലാസെന്റൽ ലാക്ടോജൻ, അതിനെന്താ പേര് തന്നെ പ്ലാസെന്റ ഉള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല ഏതാ സെക്രേറ്റ് ചെയ്യുന്നത്. സോ ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപിനും ഹ്യൂമൻ പ്ലാസെന്റൽ ലാക്ടോജൻ പിന്നെ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും, ഈ ഹോർമോൺസ് ആണ് മെയിൻ ആയിട്ട് പ്ലാസെന്റ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്ലാസെന്റയ്ക്ക് രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്. ഒന്ന് ന്യൂട്രിയൻസ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുക, വേസ്റ്റ് മെറ്റീരിയൽ തിരിച്ച് ട്രാൻസ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അതൊരു എൻഡോക്രൈൻ ടിഷ്യൂ ആയിട്ടും ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. സോ ഈ ഹോർമോൺ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ഈ ഫീറ്റസിന്റെ ഡെവലപ്മെന്റിനും അതുപോലെ തന്നെ ഈ പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ടുള്ള ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഹോർമോൺസ് ഒക്കെ. അതുപോലെ തന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ, അതായത് ലേറ്റസ്റ്റ് സ്റ്റേജസ് ആവുന്ന സമയത്ത് വേറൊരു ഹോർമോണും കൂടി ഈ പ്ലാസെന്റ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. In the latest phase of pregnancy, a hormone called relaxin, that's important. Relaxin is also secreted by the ovary. Let us remember that HCG, HPL and relaxin are only produced in women during pregnancy. Pregnancy സമയത്ത് മാത്രമേ ഈ ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാറുള്ളൂ, അല്ലാത്ത സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യാറില്ല. സോ HCGയും HPLും ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, റിലാക്സിൻ ഇത്രയും ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൽ 3 എണ്ണം, അതായത് HCGയും HPLും പ്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പോഴാ, പ്രഗ്നൻസിയുടെ സമയത്തായിരിക്കും. പിന്നെ പറഞ്ഞിട്ടുള്ള റിലാക്സിൻ is also secreted by the ovary. ഈ ഓവറി മാത്രമല്ല വേറെ ചില ടിഷ്യൂസും കൂടി പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. സോ മെയിൻ ആയിട്ട് റിലാക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓവറിയാണ്. പിന്നെ പ്ലാസെന്റയിലും പ്രൊഡ്യൂസ് ചെയ്യാറുണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ അത് ക്ലിയർ ചെയ്തിട്ട് പറയാം. സോ പ്രഗ്നൻസിയുടെ സമയത്ത് മെയിൻ ആയിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്ലാസെന്റയിൽ നിന്നായിരിക്കും. In addition, during pregnancy, the level of other hormones like estrogen, progesterone, cortisol, prolactin, and thyroxine are increased in several folds in the maternal blood. Increased production of these hormones is essential for supporting the fetal growth. Metabolic changes in the mother and maintenance of pregnancy. So, നമ്മൾ ഈ പറഞ്ഞ ഹോർമോൺസ് കൂടാതെ തന്നെ ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ, കോർട്ടിസോൾ ആൻഡ് പ്രൊലാക്റ്റിൻ, തൈറോക്സിൻ ഈ ഹോർമോൺസിന്റെ ലെവലും എന്തായിരിക്കും
പ്രഗ്നൻസിയുടെ ടൈമിൽ മദറിന്റെ ബോഡിയിൽ ഈ ഹോർമോൺസിന്റെ ലെവലും വളരെ ഹൈ ആയിരിക്കും. ഇത് എന്തിനാന്ന് വെച്ചാൽ ഈ പ്രഗ്നൻസി നോർമൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ബേബിയുടെ ഡെവലപ്മെന്റിനും ഫീച്ചേഴ്സിന്റെ ഗ്രോത്തിനും ഒക്കെ ആയിട്ടായിരിക്കും ഈ ഹോർമോൺസ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. ക്ലിയർ ആണോ ഇത്രയും? ഈ ഫിഗർ 3.1 നോക്കി നമുക്ക് കാണാൻ പറ്റും. ഈ പ്ലാസെന്റ ഈ യൂട്രസുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്ട്രക്ചറാണ് പ്ലാസെന്റൽ വില്ലൈ. പിന്നെ അതിൽ നിന്ന് നടുക്കോട്ടൊരു ടിഷ്യൂ പോകുന്ന നമുക്ക് കാണാൻ പറ്റും. അതാണ് അംബ്ലിക്കൽ കോഡ്. അംബ്ലിക്കൽ കോഡ് ബേബിക്ക് ന്യൂട്രിയൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ടൊരു ഡയറക്റ്റ് കണക്ഷൻ ആയിരിക്കും. അതായത് പ്ലാസന്റെയും ബേബി തമ്മിലുള്ള ഒരു ഡയറക്റ്റ് കണക്ഷൻ ആണ് അംബ്ലിക്കൽ കോഡ്. ഇത്രയും പാർട്ട് ക്ലിയർ അല്ലേ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല മാം, ക്ലിയർ ആണ്. Okay, so immediately after implantation, the inner cell mass of the embryo differentiate into an outer layer called the ectoderm and an inner layer called the endoderm. A mesoderm soon appears between the ectoderm and the endoderm. These three layers give rise to all tissues in adults. It needs to be mentioned that the inner cell mass contains cells called stem cells which have potency to give rise to all the tissues and organs. So implantation നടന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ പറഞ്ഞ ബ്ലാസ്റ്റോസിസ്റ്റിന്റെ അകത്ത് കുറച്ച് ഇന്നർ സെൽ മാസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഇന്നർ സെൽ മാസിന് ഫർദർ ഡിവിഷൻ നടക്കും. അതായത് 3 ടൈപ്പ് ഓഫ് സെൽസ് ആയിരിക്കും അവിടെ ഫോം ചെയ്യുന്നത്. ഔട്ടർ സെൽ അല്ലെങ്കിൽ എക്ടോഡം, ഇന്നർ സെല്ല് അല്ലെങ്കിൽ എൻഡോഡം, പിന്നെ അതിന്റെ നടുക്കായിട്ട് കാണുന്ന ലെയറിന് പറയുന്ന പേരാണ് മീസോഡം. ഇത് നിങ്ങൾ കഴിഞ്ഞ കൊല്ലം നമ്മുടെ ആനിമൽക്കിന്റെ അതിനകത്ത് ഫസ്റ്റ് പാർട്ടി പഠിക്കാനില്ലായിരുന്നോ? ഇങ്ങനെ 3 ലെയേഴ്സ് ഉണ്ടാവും, അതിനൊരു ക്യാവിറ്റി ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു. 2 ലെയർ ഉള്ളത് ഒരു ടൈപ്പ് ഓഫ് ആനിമൽ, ബൈലാറ്ററൽ അങ്ങനെ എന്തോ കാര്യങ്ങളൊക്കെ ഇല്ലായിരുന്നു. സോ അതിനകത്ത് പറഞ്ഞ അതേ ലെയേഴ്സ് തന്നെയാണ്. എക്ടോഡേമും മീസോഡേമും എൻഡോഡേമും ഈ 3 ലെയേഴ്സ് ആയിരിക്കും ഇന്നർ സെൽ മാസ് നിന്ന് ഫോം ചെയ്യുന്നത്. ഈ ഹ്യൂമൻ ബോഡിയിലെ എല്ലാ ടിഷ്യൂസും ഇൻക്ലൂഡിങ് ഓർഗൻസും ഫോം ചെയ്യുന്നത് ഈ 3 ടിഷ്യൂസിൽ നിന്നായിരിക്കും. These 3 layers give rise to all tissues in adults. It need to be mentioned that the inner cell mass contains certain cells called the stem cells. ഈ സ്റ്റെം സെൽസിന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ആ സ്റ്റെം സെൽസിന് ഒരു പ്രത്യേക കപ്പാസിറ്റി ഉണ്ട്. അവർക്ക് ഏത് സെല്ലായിട്ട് വേണേലും മാറാൻ പറ്റും. അതായത് ഒരു എംബ്രിയോയ്ക്കകത്ത് നിന്ന് ഹാർട്ടും അതുപോലെ തന്നെ നെർവസ് സിസ്റ്റം അതുപോലെ ഒത്തിരി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെൽസ് ഫോം ചെയ്യേണ്ടതുണ്ട്. കാർഡിയാക് സെൽസും ന്യൂറൽ സെൽസും സാധാരണയായിട്ടുള്ള മസ്കുലർ ആയിട്ടുള്ള സെൽസും ഒക്കെ ഫോം ചെയ്യേണ്ടത് എന്താ? ഈ ഒറ്റ ഇന്നർ സെൽ മാസിൽ നിന്ന്. സോ ഏത് ടിഷ്യൂ ആയിട്ടും ഫോം ചെയ്യാൻ പറ്റുന്ന കഴിവുള്ള ടിഷ്യൂസിന് പറയുന്ന പേരാണ് സ്റ്റെം സെൽസ് എന്നുള്ളത്. നേരത്തെ കുറച്ച് ഡൗട്ട് ചോദിച്ചില്ല മറ്റേ ട്വിൻസ് ഫോം ചെയ്യുന്ന സമയത്ത്. സോ മെറ്റേണൽ ട്വിൻസ് ഫോം ചെയ്യുന്ന സമയത്ത് എന്താ, ഒരു എംബ്രിയോ തന്നെ 2 ആയിട്ട് ഫോം ചെയ്താലും അതിനകത്ത് 2നും എന്താ സ്റ്റെം സെൽസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കൊരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഓർഗൻസ്, അതായത് ഒരു നോർമൽ ആയിട്ടുള്ള ബേബിയിൽ വേണ്ട എല്ലാ ഓർഗൻസും 2 സെറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത് ഈ സ്റ്റെം സെൽസ് എന്ന് പറയുന്ന സെൽസുകളുമാണ്. സോ inner cell mass contains certain cells called the stem cells which have potency to give rise all the tissues and organs. എല്ലാ ടിഷ്യൂസും ഓർഗൻസും ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള സെൽസിന് പറയുന്ന പേരാണ് സ്റ്റെം സെൽസ്. ക്ലിയർ അല്ലേ ഇത്രയും? ക്ലിയർ ആണ്. ഓക്കെ, പിന്നെ പറയാനുള്ളത് what are the major features of embryonic development in various months of pregnancy. സോ അത് ഇമ്പോർട്ടന്റ് ആണ്. ഏത് ഒക്കെ ടൈമിൽ ബേബിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്? The human pregnancy lasts 9 months. Do you know how many months pregnancy lasts in dogs? Find out. Human beings, after 1 month of pregnancy, the embryo's heart is formed. The first sign of growing fetus may be noticed by listening to the heart sound carefully through the stethoscope. So baby develop ചെയ്ത് ഓൾമോസ്റ്റ് 1 മാസം, ഏതോ 22 ദിവസം അങ്ങനെയൊക്കെയാണ് പറയുന്നത്. സോ ഒരു 1 മന്ത് ആവുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ബേബിയുടെ ഹാർട്ട് ഓൾറെഡി ഫോം ചെയ്യും. ഈ ഹാർട്ട് ഫോം ചെയ്യുന്നത് ഒപ്പം തന്നെ ഈ 1 മാസമായി കഴിഞ്ഞ സമയത്ത് സ്റ്റെതസ്കോപ്പ് വെച്ച് ഈ ഹാർട്ട് ബീറ്റ് ഡോക്ടേഴ്സിന് കേൾക്കാനും പറ്റും. സോ ഫസ്റ്റ് മന്തിൽ ഹാർട്ട് ഫോം ചെയ്യും, അത് മാത്രമല്ല ഹാർട്ട് ബീറ്റും കേൾക്കാൻ പറ്റും. By the end of the second month of pregnancy, the fetus develops limbs and discs. 2ാമത്തെ മാസം ആവുന്ന സമയത്താണ് ലിംസ് എന്ന് വെച്ചാൽ എന്താ, നമ്മളെ കൈയും കാലും, ആ കൈയും കാലും ഡെവലപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഡിജിറ്റ്സ് എന്ന് വെച്ചാൽ ഫിംഗേഴ്സ്, കയ്യിലെയും കാലിലെയും വിരലുകളും ഡെവലപ്പ് ചെയ്യുന്നത് 2ാമത്തെ മാസത്തിലാണ്. സോ ആദ്യത്തെ മാസം ഹാർട്ട് ഡെവലപ്പ് ചെയ്യും, ഹാർട്ട് ബീറ്റ് കേൾക്കാൻ പറ്റും. 2ാമത്തെ മാസത്തിൽ ലിംസും ഡിജിറ്റ്സും, അതായത് കൈയും കാലും അതുപോലെ തന്നെ വിരലുകളും ഡെവലപ്പ് ചെയ്യും. പിന്നെയുള്ളത് എന്താ, by the end of the 12th week, അതായത് ഫസ്റ്റ് ട്രൈമസ്റ്റർ. സോ 12 വീക്ക് എന്ന് പറയുമ്പോൾ എന്താ, 3 മാസം, അതായത് ആദ്യത്തെ ട്രൈമസ്റ്റർ. ആദ്യത്തെ ട്രൈമാസ്റ്റർ കഴിയുന്ന സമയത്ത് ഓർഗൻ സിസ്റ്റംസ് ഒക്കെ ഫോം ചെയ്തിട്ടുണ്ടാവും. അതായത് മോസ്റ്റ് ഓഫ് ദ മേജർ ഓർഗൻ സിസ്റ്റംസ് ആർ ഫോം
For example, the limbs and the external genital organs are well developed. So, first movement of the fetus and appearance of hair on the head are usually observed during the 5th month. 3 months ആവുന്ന സമയത്ത് അല്ലെങ്കിൽ 12 ആഴ്ച ഫസ്റ്റ് ട്രൈമസ്റ്റർ ആവുന്ന സമയത്ത് ഓർഗൻസും ലിംസും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ജെനിറ്റീലിയം ഫോം ചെയ്തിട്ടുണ്ടാവും. പിന്നെ 5th മന്തിൽ എന്താ സംഭവിക്കുന്നത്? 5th മന്തിലാവുമ്പോൾ ബേബി മൂവ് ചെയ്ത് തുടങ്ങും, അതായത് ചെറിയ മൂവ്മെന്റ് ഒക്കെ തുടങ്ങും. അതിനോടൊപ്പം തന്നെ ഹെയർ ബിഗിൻസ് ടു ഗ്രോ, അതായത് ബോഡി ഹെയർസ് ഫോം ചെയ്ത് തുടങ്ങും. So first movement of the fetus and appearance of hair on head are observed during the 5th month. By the end of 24 weeks or second trimester, the body is covered with fine hair, eyelids separate and eyelashes are formed. By the end of 9 months of pregnancy, the fetus is fully developed and is ready for delivery. So 24 ആഴ്ച അല്ലെങ്കിൽ രണ്ടാമത്തെ ട്രൈമസ്റ്റർ തീരുന്ന സമയത്ത് ബേബിയുടെ ബോഡിയിൽ എന്തായിരിക്കും? ഫുൾ ചെറിയ ചെറിയ ഹെയർസ് ഉണ്ടാവും. നമ്മുടെ മാമസിന്റെ ഒരു ക്യാരക്ടർ അല്ലെ ബോഡി ഹെയർ. സോ ബോഡി ഹെയർ ഫോം ചെയ്യുന്നത് രണ്ടാമത്തെ ട്രൈമസ്റ്റർ എൻഡ് ചെയ്യുന്ന സമയത്തായിരിക്കും. അതുപോലെ തന്നെ ഐലിഡ്സ് സെപ്പറേറ്റ് ആവും. ഐലിഡ്സ് ഫോം ചെയ്യുന്ന സമയത്ത് അത് ഒറ്റ ലെയർ ആയിട്ടായിരിക്കും ഫോം ചെയ്യുന്നത്. പിന്നെ അത് സെപ്പറേറ്റ് ചെയ്ത്, അതായത് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആവുന്നത് ഈ സമയത്ത്. സോ ഐലിഡ്സ് സെപ്പറേറ്റ് ചെയ്യും, ഐലാഷസും ഫോം ചെയ്യും. അത് എപ്പോഴാ? ഓൾമോസ്റ്റ് 24 വീക്സ് അല്ലെങ്കിൽ രണ്ടാമത്തെ ട്രൈമസ്റ്റർ തീരുന്ന സമയത്ത്. പിന്നെ 9th മന്ത് ആവുന്ന സമയത്ത് ആ ബേബിയിലെ എല്ലാ ഓർഗൻസും കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ ബേർത്തിന് അല്ലെങ്കിൽ ഡെലിവറിക്ക് റെഡി ആയിട്ടുള്ള ഒരു ടൈമാണ് 9 മന്ത്സ് അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ പ്രഗ്നൻസി. ക്ലിയർ ആണോ ഇത്രയും? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല മാം. ഓക്കെ, ഞാൻ എന്റെ നോട്ട് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് ലെന്തിയാ, എന്നാലും കുഴപ്പമില്ല. ചിലതൊക്കെ ഞാൻ ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ചിലതൊക്കെ നമ്മൾ വച്ചിട്ട് പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവത്തില്ല കേട്ടോ. സോ കൺക്ലൂഡ് ചെയ്യാം ഇന്നത്തെ ക്ലാസ്. നമുക്ക് ഈ ക്ലാസ്സിന്റെ ഈ പോർഷൻ തീരുന്ന സമയത്ത് ചെറിയൊരു ഗൂഗിൾ ഫോം ആക്കി ഞാൻ ഒരു കുഞ്ഞു ടെസ്റ്റ് പേപ്പർ ഇട്ടാലോ? ഓപ്ഷൻ ഒക്കെ ഉള്ളതാ. 4 ഓപ്ഷൻ വെച്ചിട്ട് ഒരു 10 ക്വസ്റ്റ്യൻ ഒക്കെ തന്നാ എങ്ങനെ ഉണ്ടാവും? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്ലാസ് കൊണ്ട് എന്തായാലും ഈ ചാപ്റ്റർ തീരും. അപ്പം നെക്സ്റ്റ് വീക്ക് ചിലപ്പോ ബയോളജി ഞാൻ നോക്കട്ടെ. അപ്പൊ അടുത്ത ആഴ്ച നമുക്ക് ഇതിന്റെ ഒരു കുഞ്ഞു ടെസ്റ്റ് പേപ്പർ ആണ് കേട്ടോ. എല്ലാവരും നന്നായിട്ട് ഈ തുടക്കം തൊട്ട് നോക്കണേ. 1 വേർഡ് മാത്രമേ കാണുള്ളൂ, ഓപ്ഷനും ഉണ്ടാവും. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഷോർട്ട് നോട്ടോ എന്തെങ്കിലും വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. മാം ഒരു ഡൗട്ട് ഉണ്ട്. ഈ ഓവല്ലേ, ഈ ഓവത്തിനകത്ത് ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ ഇത് ഡീജനറേറ്റ് ആയിട്ട് പോകും? ഓവത്തിന് ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ ഈ ഓവവും ബാക്കി എൻഡോമെട്രിയത്തിന്റെ ലെയർ എല്ലാം കൂടിയാണ് മെൻസ്ട്രുവേഷന്റെ സമയത്ത് ഡിസ്കാർഡ് ചെയ്ത് പോകുന്നത്. മനസ്സിലായോ? പിന്നെ വേറെ സാധനമുണ്ട്. ഒരു നമ്മൾ ജസ്റ്റ് റീൽസിനകത്ത് കണ്ടതാ, എന്നാലൊരു ഡൗട്ട്. ഇപ്പം ഈ ഫസ്റ്റ് സ്പേമായിട്ട് ഫീമെയിലിനകത്ത് എൻ്റർ ചെയ്യുന്ന സമയത്ത് എല്ലാ സ്പേമും ഫീമെയിലാണ്, പിന്നെ അത് ജെനറ്റിക്കലി അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ചസ് നടന്നാണ് മെയിലും ഫീമെയിലും ആയിട്ട് സെപ്പറേറ്റ് ചെയ്തെന്ന് പറയുന്നത്. ഉള്ളതാണോ അതിനകത്ത്? അത് ശരിക്കും ഒരു തിയറി ആയിട്ട് പറയുന്നേ ഉള്ളൂ. അത് ശരിയാണെന്ന്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ എങ്ങനെയാ സ്പേം സെൽസിൽ ഒന്നല്ലേ എക്സ് ആയിരിക്കും അല്ലെ വൈ ക്രോമസോം ആയിരിക്കും, അങ്ങനെയല്ലേ പറയുന്നത്. സോ അതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കണ്ടീഷനിലാണെങ്കിലും ആദ്യം ഒരു ബേബി ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഉണ്ടാവുന്ന എല്ലാ ഡെവലപ്മെന്റും മെയിലിനും ഫീമെയിലും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഈ മെയിലിലും വൈക്രോമസോം ഉണ്ടല്ലോ, ഈ വൈക്രോമസോം കുറച്ച് കഴിഞ്ഞായിരിക്കും അതിന്റെ ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് അതിന്റെ എഫക്ട് കൊണ്ടുവന്ന് തുടങ്ങുന്നത്. സോ അതുവരെയുള്ള ഡെവലപ്മെന്റ് രണ്ട് മെയിൽസിലും ഫീമെയിൽസിലും ഏകദേശം സിമിലർ ആയിരിക്കും. അത് കഴിഞ്ഞ് ഈ വൈക്രോമസോം അതിന്റെ ആക്ടിവിറ്റി തുടങ്ങി കഴിയുമ്പോൾ മാത്രമായിരിക്കും മെയിൽ ബേബീസിൽ അവരുടെ ക്യാരക്ടേഴ്സ് എൻഹാൻസ് ചെയ്ത് വരുള്ളൂ. മനസ്സിലായോ? അതെന്താന്ന് വെച്ചാ ആദ്യത്തെ ഒരു ഡിവിഷൻ തുടങ്ങുന്ന അല്ലെങ്കിൽ ഡെവലപ്മെന്റ് തുടങ്ങുന്ന സമയത്ത് ഓൾമോസ്റ്റ്
സിമിലർ ആയിട്ടായിരിക്കും. പിന്നെ വൈ ക്രോമസോമിന്റെ ഫംഗ്ഷൻ കൂടി കൂടി വരുന്ന സമയത്താണ് മെയിൽ ക്യാരക്ടേഴ്സ് കൂടുതൽ കാണിക്കുന്നത്. ആണല്ലേ? അതാണ്. ഏകദേശം അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ഓക്കെ ഓക്കെ. വേറെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? വേറൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. 8:10 കുറച്ച് ലേറ്റ് ആയിപ്പോയി അല്ലേ? ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം.